ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും അസറ്റ് ഗ്രീറ്റിംഗ്സ്. ഇന്നത്തെ നമ്മുടെ വെബിനാർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ഞാൻ അതിൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ഓൾസോ സീ ദാറ്റ്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? Yeah. ഓൾറൈറ്റ്. Full സോ screen. നമ്മുടെ വെബിനാർ എന്തോ It's ഫുൾ not സ്ക്രീൻ full ആയില്ലേ? screen. Full screen അല്ല. ആയി ഓക്കെ. നമ്മുടെ വെബിനാറിന്റെ തീം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നഴ്സസ് ആൻഡ് അലൈഡ് ഹെൽത്ത് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. Majority of our participants, still we have few more expecting. They will also be part of this webinar. നമ്മുടെ focus will be definitely on everyone. ഏത് പ്രൊഫഷൻ ആണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. More time will be given to people to answer their questions. വെബിനാർ മലയാളത്തിലായിരിക്കും. ആർക്കെങ്കിലും മലയാളം എന്തെങ്കിലും ഒരു ചലഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട്. വെബിനാറിന് ലീഡ് ചെയ്യുന്നത് മാത്യൂസ് ആയിരിക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ ഓപ്പറേഷൻസ് സ്പെഷ്യലിസ്റ്റ്, ഡോക്യുമെന്റേഷൻ, ഞങ്ങൾ വിളിക്കുന്ന ഡോക്യുമെന്റേഷൻ രാജാവ് എന്ന് പറയുന്ന അസീസ്, ഹീസ് ഓൾസോ ജോയിനിങ് ഫ്രം ഓസ്ട്രേലിയ. സോ വൺസ് അഗെയിൻ ഗുഡ് ഈവനിങ് ടു ഓൾ. ഞാൻ ആ പ്രസന്റേഷനിലേക്ക് കയറുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അസറ്റിനെ കുറിച്ച് നിങ്ങൾ ഓൺലൈനിലും അതുപോലെ തന്നെ വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ വായിച്ച് യു ഹാവ് പ്ലെന്റി ഓഫ് ഡീറ്റെയിൽസ്. എന്നാലും ഓസ്ട്രേലിയൻ ബേസ്ഡ് ആയ ഒരു കൺസൾട്ടൻസി ആണ് വിത്ത് ഹെഡ് ഓഫീസ് ഇൻ ബ്രിസ്ബെയിൻ, ഡാർവിൻ, വിച്ച് ഇസ് വേർ മാത്യൂസ് ഇസ് ബേസ്ഡ് ഔട്ട് ഓഫ്, മെൽബണിലും പെർത്തിലും. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോബൽ ഓഫീസസ് കാനഡയിൽ, ഇന്ത്യയിൽ, GCC. ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സും വിത്തിൻ GCC റീജിയൻ ആണെന്ന് വിശ്വസിക്കുന്നു. അതുകൂടാതെ US-ഉം സാംബിയയിലും ഉണ്ട്. 8 മാറ ഏജൻസ് ഉള്ള ഒരു വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയ ഒരു ഏജൻസിയാണ് നമ്മുടെ ഏജൻസിയുടെ പ്രത്യേകത. സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും വിൽ ബി എക്സ്പ്ലെയിനിങ് ത്രൂ ഔട്ട് ഡ്യൂറിങ് ദ വെബിനാർ. പിന്നെ the number of years we have been servicing our clients, giving them the best advice, qualified advice. Proudly to say 5000 ക്ലയൻസിന് മേളിലാണ്. ഞാൻ ഒരിക്കലും അതിൻ്റെ നമ്മൾ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ പറയുന്ന പോലെ ആവശ്യമില്ലാത്ത നമ്പേഴ്സ് ഒന്നുമില്ല. ബട്ട് വി ആർ ഓൾവേസ് പ്രൗഡ് ടു സേ ദാറ്റ് വി ഹവ് ഡൺ സോ മെനി കേസസ്. പിന്നെ വി ഹാവ് എ ഡെഡിക്കേറ്റഡ് ടീം ഫോക്കസിങ് ഫോർ കൗൺസിലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. ഈ ദിവസങ്ങളിൽ GCCയിലുള്ള ക്ലയൻസിന് അല്ലെങ്കിൽ ഇവൻ സൈനപ്പ് ചെയ്യാൻ റെഡി ആയിരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ ഒരു സംശയമാണ് ഇവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. മാത്യൂസിന്റെ പല വീഡിയോസ് നിങ്ങൾ കഴിഞ്ഞ ഒരു മാസം 2 മാസമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനകത്ത് പറയുന്ന ഒരു ഫാക്ടർ എന്തുകൊണ്ട് അസറ്റ് ഒരു ഡിഫറൻസ് ആണ്. ഇതിപ്പം ഈ ഒരു നമ്മുടെ AI യുഗത്തിൽ തന്നെ നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ ഗൂഗിൾ സെർച്ച് ഒക്കെ മാറി ഇപ്പൊ AI-യിലാണല്ലോ നമ്മുടെ സെർച്ചസ് എല്ലാം. AI-യിൽ നിന്ന് അസറ്റിനെ കുറിച്ച് കിട്ടിയ ഒരു സ്ക്രീനാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. ട്രസ്റ്റ് ഇൻഡെക്സ്, മൈഗ്രേഷൻ റിവ്യൂസ്, ജസ്റ്റ് ഡയൽ, അതുപോലെ തന്നെ ഓഫീസസ്. ഞങ്ങൾക്ക് ഫിസിക്കലായ ഓഫീസസ് ഉണ്ട് നമ്മുടെ ഈ പറയുന്ന ജോഗ്രഫിയിൽ തന്നെ ഉള്ളത്. സോ വൺസ് അഗെയിൻ ഞങ്ങൾ പറയുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങളുടെ ക്ലയൻസ് ഉണ്ട്. ഐ വിൽ ബി ഹാവിംഗ് വൺ ഓഫ് അവർ ക്ലയൻസ് ഗിവിംഗ് എ ടെസ്റ്റിമണി വെരി സൂൺ വിത്ത് ദി എക്സ്പീരിയൻസ് ദാറ്റ് ദേ ഹാഡ് വിത്ത് അസറ്റ്. Definitely, company, Matthews David and Sulal Mathai, they are the brains, they are the leadership, and they are the guiding force of our company. Almost 10 plus years they've been in Australia doing, great service, along with a lot of things. Matthews, by profession, also is a social worker and has plenty of background, taking care of, providing the best service and taking care of people in general. Sulal Mathai, an HR specialist, അതുകൂടാതെ തന്നെ ടേക്കിംഗ് കെയർ ഓഫ് ഓൾ അവർ അതർ ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് അതർ ആസ്പെക്ട്സ് ഇൻ ടേംസ് ഓഫ് റിക്രൂട്ട്മെന്റ്. നേരത്തെ പറഞ്ഞ മാറ ഏജൻസ് എന്ന് പറയുന്നത് എന്താണ് മാറ എന്നുള്ളതൊക്കെ നമുക്ക് വെബിനാറിനകത്ത് നിന്ന് കുറച്ചുകൂടെ അത് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ദ പ്രിൻസിപ്പൽ മാറ ഏജന്റ് ഫോർ ആർ അസറ്റ് ഈസ് മാത്യൂസ് ഡേവിഡ്, ആൻഡ് അലോങ് വിത്ത് ദാറ്റ് വി ഹാവ് എ മൾട്ടി കൾച്ചറൽ, മൾട്ടി ലിംഗ്വലായ ഉള്ള മാറ ഏജൻസ്. അതായത് ഹിന്ദി, ഹരിയാൻവി, സ്പാനിഷ്, പോർച്ചുഗീസ്, തമിഴ്, ഫിലിപ്പീനോ, ഈ പറയുന്ന ഭാഷകളെല്ലാം. ഇതുകൂടാതെ തന്നെ മലയാളത്തിലും നമ്മുടെ ഒരു മാറ ഏജന്റ് സ്പെഷ്യലിസ്റ്റ് ആയ ഒരു കമ്പനിയാണ്. സോ ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ് ഇൻ ടേംസ് ഓഫ് ദി ഇൻട്രൊഡക്ഷൻ. ഇപ്പൊ ടെസ്റ്റിമോണിയലിന്റെ ഒരു സമയമാണ്. ജോസ്ന, ഇഫ് യു ആർ അവൈലബിൾ, ഈ ഒരു സമയം, മിസ് ജോസ്ന, യു ക്യാൻ ക്വിക്ലി ടെൽ അബൌട്ട് വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ആർ ഡൂയിങ്. എന്താണ് ഞങ്ങൾ പറയുന്നേക്കാളും ജോസ്ന പറയുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം. ഓവർ ടു യു ജോസ്ന. ഞാനൊരു നഴ്സാണ്. ഞങ്ങളിങ്ങനെ ഓസ്ട്രേലിയൻ പ്രോസസ്സിങ്ങിലോട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ന്യൂസിലാൻഡ് പാത്വേയിലൂടെയാണ്. ന്യൂസിലാൻഡ് പാത്വേ ഏകദേശം 2 ആയപ്പോൾ തന്നെ ഞങ്ങൾ സർ മാത്യൂസിനെ കോൺടാക്ട് ചെയ്തായിരുന്നു.
അപ്പം നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ പോസിബിലിറ്റീസ്, എല്ലാ കാര്യങ്ങളും വളരെ ജെന്യുവൻ ആയിട്ട് നല്ല ഓപ്പൺ ആയിട്ട് അതിൻ്റെ ചാലഞ്ചസും എല്ലാം വളരെ നന്നായിട്ട് ഇൻസ്ട്രക്ഷൻ കിട്ടി. ഞാൻ രജിസ്ട്രേഷന് ഹെൽപ്പ് കിട്ടി. അത് കഴിഞ്ഞ് ആൻമായ്ക്കൊക്കെ എടുത്തു പറയേണ്ടതാണ്. ഒന്നും ഞങ്ങൾ അറിഞ്ഞു പോലും ഇല്ല ആൻമായ്ക്കൊന്നും കഴിഞ്ഞതൊന്നും. വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് ആ റെഫറൻസ് ലെറ്ററൊക്കെ എങ്ങനെയായിരിക്കണം എല്ലാ കാര്യങ്ങളും ക്ലിയർ ഇൻസ്ട്രക്ഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് സുമിമ നന്നായിട്ട് പറഞ്ഞു തന്നു. വളരെ സ്മൂത്തായിട്ട്, ഞങ്ങളൊന്നും അറിഞ്ഞില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിലും ഞങ്ങൾക്ക് പ്രിഫറൻസ് 189 ആയിരുന്നു. വേറെയുള്ള ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്നു. പക്ഷെ നമ്മളുടെ എന്താണോ ഇൻട്രസ്റ്റ് അത് നന്നായിട്ട് റെസ്പെക്ട് ചെയ്ത് അതിലോട്ട് ഞങ്ങൾ എത്താൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള എപ്പോൾ എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് ആൻസേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഈവൻ ടൈമിങ്സ് ഒക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിലും എപ്പോൾ മെസ്സേജ് കാണുന്നോ അപ്പം ഞങ്ങൾക്ക് റിപ്ലൈ വരാറുണ്ട്. വളരെ ഞങ്ങളതിൽ ഒത്തിരി താങ്ക്ഫുള്ളും ആണ്, സാറ്റിസ്ഫൈഡും ആണ്. ഇൻട്രസ്റ്റിൻ്റെ കാര്യമാണെങ്കിലും അന്നേരം ആ കോവിഡിൻ്റെ എൻഡ് ഓഫ് ദ ടൈമിലൊക്കെയാണ് 65 പോയിന്റ്സ് ആയിരുന്നു ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അതിൽ ഇൻടേക്ക് നടന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു. പക്ഷേ ട്രെൻഡ് മാറുന്നത് ഏജൻസി അറിഞ്ഞപ്പോഴേ അവർ ഞങ്ങൾക്ക് നല്ലതായിട്ട് തന്നെ ഇൻസ്ട്രക്ഷൻ തന്നു. കുറച്ചുകൂടെ കയറ്റി വെച്ചില്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല, അതെന്തായിരിക്കണം, എങ്ങനെ കയറ്റണം എന്നുള്ളതും അതിൻ്റെ വഴികൾ ഹസ്ബൻഡിന് ഇതെടുക്കാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ അതൊരു 5 പോയിന്റ്സ് ഉണ്ടായിരിക്കും. പിന്നെ നാട്ടിയെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. അങ്ങനത്തെ അതിൻ്റെ വേസും വളരെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. എങ്ങനെയൊക്കെ പോയിന്റ് കയറ്റാം നമ്മളുടെ ഒരു ആ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഏതായിരിക്കും ഈസി എന്നുള്ളത് നോക്കി ആ രീതിയിൽ പറഞ്ഞു തന്ന് അങ്ങനെ പോയിന്റ് കയറ്റി അത് ഞങ്ങൾക്ക് അപ്ഡേറ്റ്സും തരുന്നുണ്ടായിരുന്നു. ഇന്ന പോലെയാണ്, ഇന്ന സമയത്ത് ഓപ്പൺ ആക്കുമായിരിക്കും, ചാൻസ് ഉണ്ടോ ഇല്ലയോ, ഇങ്ങനെയൊക്കെയാണ് ട്രെൻഡ്, എല്ലാ കാര്യങ്ങളും വളരെ പ്രാക്ടിക്കലായിട്ടാണ് ഞങ്ങൾക്ക് ആൻസർ കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ലാസ്റ്റ് ഇപ്പം 65 എൻ്റെ ഹസ്ബൻഡ് ഒരു 5 പോയിന്റ്സിൽ ഇത് ലാംഗ്വേജ് എടുത്തപ്പോൾ 5 പോയിന്റ്സ് കൂടെ ആഡായി. പിന്നെ ഞാൻ നാട്യം എടുത്ത് എനിക്ക് ഒരു 5 പോയിന്റ്സ് കൂടെ ആഡായപ്പോൾ 75 പോയിന്റ്സ് ആയി. അങ്ങനെ ഈ പ്രാവശ്യത്തെ ഇൻടേക്കിൽ ഞങ്ങൾക്ക് വിസ ഇൻവിറ്റേഷൻ വന്നു. വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. സർവീസ് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ 100% ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇന്ന് വരെയുള്ള സർവീസിൽ ഞങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസ് എല്ലാം വളരെ ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ്. കാരണം ഒരു ഫേക്ക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ചുമ്മാ ഒരു ഹോപ്പ് തരുന്ന രീതിയിലൊന്നും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൻ്റെ ആ ഒരു പ്രാക്ടിക്കൽ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, അപ്പം നമ്മളിങ്ങനെ നോക്കിയില്ലെങ്കിൽ ചിലപ്പം ശരിയാവില്ലായിരിക്കാം, ഇതൊന്ന് നോക്കിയാൽ കൊള്ളാം, ആ രീതിയിൽ തന്നെയാണ്. അല്ലാതെ ഇപ്പം ഞങ്ങളുടെ വിഷയം ഇതാണെങ്കിലും മറ്റേരോട്ട് പോകാൻ ഈസി ആണല്ലോ, അങ്ങനെ ഒരു കമ്പല്ലിങ്ങോ ഒന്നുമില്ല. നമ്മളുടെ വിഷിന് എന്തൊക്കെ ചെയ്തു തരണോ അതിനുള്ള ഫുൾ സപ്പോർട്ടും തന്ന് ഇന്ന് വരെ ഞങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും ഈവൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വരെ അതിന് വളരെ ഇലാബറേറ്റ് ചെയ്ത് മറുപടിയും കിട്ടാറുണ്ട്. നല്ലൊരു പ്രത്യേകിച്ച് സുമി മാമും പിന്നെ ഇവിടുത്തെ കോർഡിനേറ്റേഴ്സും എല്ലാവരും ആരെ കോൺടാക്ട് ചെയ്താലും നല്ല റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഞങ്ങൾ ഉറപ്പാണ് മുന്നോട്ടുള്ള കാര്യത്തിലും ഇത് തന്നെ ഉണ്ടാവുന്നത്. കാരണം ഞങ്ങൾക്കിപ്പോൾ ഒരു നല്ലൊരു ഗ്യാപ്പിലുള്ള ഒരു കോണ്ടാക്ട് ഉണ്ട്. ഇതുവരെ ഒരു മോശമായ രീതിയിലോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ഒന്നും വന്നിട്ടില്ല. വളരെ നല്ല ഹാപ്പിയാണ് ഞാൻ. താങ്ക് യു ജോസ്ന, റിയലി അപ്രീഷിയേറ്റ്. ഏതെങ്കിലും ആസ്പെക്റ്റിനെ കുറിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് ചോദിക്കാൻ. എനിക്കത് കൂടുതൽ മീൻസ് എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് പറയാം എൻ്റെ എക്സ്പീരിയൻസിൽ. ജോസ്ന കറന്റ് എവിടെയാ വർക്ക് ചെയ്യുന്നത്, അതും കൂടെ ഒക്കെ ഒന്ന് പറയുവാണെങ്കിൽ സന്തോഷമായിരുന്നു. ഞാൻ കറന്റ് ഇപ്പം ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. ഹമ്മദിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. എക്സലന്റ്. മിസ്റ്റർ അസീസ് എന്തോ ചോദിക്കാനുണ്ടല്ലോ, അൺമ്യൂട്ട് ചെയ്തിട്ട്. Aziz, you want to unmute and ask? Yeah. Nothing really. I was just going through. That's all. അസീസ് ഫയൽ മാത്രമേ കണ്ടിട്ടുള്ള ആളെ അതെ. അതെ. All right, Josna, thank you. എന്തെങ്കിലും in between ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ you can also put it in the chat box. Josna can have a look at it also. നമ്മളെ വെബിനാറിലേക്ക് പ്രവേശിക്കാം. Once again, thank you for all those who have attended this right now. മാത്യൂസും അസീസും they are joining from Australia. അവരുടെ ടൈം സോൺ ഇപ്പം almost 10 o'clock ആകാറായി രാത്രിയിൽ. And they will be with us for some more time. So maximum നമ്മൾ ഈ വെബിനാറിൽ നിന്ന് maximum information let us try to get from Matthews and Aziz, both of them. So Matthews ji, over to you. I will start sharing my screen. Yeah, share the screen. ആരും നോൺ മലയാളീസ് ഇല്ലല്ലോ അല്ലേ? Sure. Alright. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വെബിനാറിലേക്ക് സ്വാഗതം.
ഇന്നിപ്പം നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന പോപ്പുലേഷനേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ ഇത് സമയം കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ജനറലായിട്ട് എനിക്കും അസീസിനും ഇന്ന് നന്നായിട്ട് ഹെഡേക്ക് ഉള്ള ദിവസം റിയലി ഞങ്ങൾ രണ്ടുപേരും പാരസിറ്റമോൾ അടിച്ചിട്ടിരിക്കുക. അപ്പം അത് ഇവിടുത്തെ കുറച്ച് ക്ലൈമറ്റിൻ്റെ കുറച്ച് വർക്ക് ഇന്നലെ കൂടുതലായിരുന്നു. അതിൻ്റെ ഞങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഈ സ്ക്രീനിൽ നോക്കിയിട്ടുള്ള പരിപാടിയേക്കാളും കൂടുതൽ വിൽ ടോക്ക് മോർ ഇൻ ടു ദാറ്റ്. സോ എങ്ങനെ ഓസ്ട്രേലിയക്ക് വരാം? Matthews, it's even better you can even start with them whether they know about the general skill migration or something. On that, it will stop us to taking those area. എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരോട് പറയും. ഇപ്പൊ ജോസ്ന പറഞ്ഞതുപോലെ തന്നെ, സോറി മാത്യൂസ്, Go for it. ജോസ്നക്ക് ആക്ച്വലി കിട്ടിയ ഇൻവിറ്റേഷന് ഇറ്റ്സ് എ 189 ഇൻവിറ്റേഷൻ ആണ്. വെരി റീസെന്റ് റൗണ്ടിൽ കിട്ടിയ ഒരു ആളാണ്. അപ്പം ഇതിലിപ്പോ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് വി ആർ ഡൂയിങ്, ഫോർ എക്സാമ്പിൾ ഈവൻ വി ക്യാൻ സേ നിങ്ങൾക്ക് ഇപ്പം ഇത്ര പോയിന്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് 491 കിട്ടും, 190 കിട്ടും, അങ്ങനെ കിട്ടിയിട്ട് നമുക്ക് വി ക്യാൻ സ്റ്റോപ്പ് ദർ. പക്ഷേ നമ്മൾ എക്സ്പെർട്ടൈസ് എവിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ആൾവേസ് ഹാവ് ദറ്റ് ഇന്ന ഓപ്ഷൻസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഹാവ് എ ബെറ്റർ ഓപ്ഷൻസ് എന്നുള്ളതിലാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. അപ്പം മോസ്റ്റ് ഓഫ് ദി അറ്റൻഡീസ് വാട്ട് ഐ ബിലീവ് ദാറ്റ് എല്ലാവരും ഏറെക്കുറെ ഒരു ജനറൽ ആയിട്ട് ഈ ഒരു ഐഡിയ ഉള്ളവരായിരിക്കണം. ജനറൽ സ്കിൽ മൈഗ്രേഷൻ, ഹൗ ഡസ് ദറ്റ് വർക്ക്, പെർട്ടിക്കുലർലി നഴ്സസ് ഒക്കെ ആകുമ്പോൾ. അപ്പം വാട്ട് ഐ അപ്രീഷിയേറ്റ് ഫ്രം യു ആൾ, സിൻസ് മാത്യൂസ് ഈസ് ഹിയർ, മാത്യൂസോടുള്ള നിലക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാം. ആൻഡ് ഫെർദർ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ടീം ദേ. അപ്പം നമ്മളുടെ പെർട്ടിക്കുലർലി മാത്യൂസിൻ്റെ അണ്ടറിൽ യു വിൽ ഗെറ്റ് എ വെരി ക്ലാരിറ്റി ബിഫോർ യു സ്റ്റാർട്ട് വിത്ത്. അപ്പം വാട്ട് ഐ പേഴ്സണലി റിക്വസ്റ്റ് യു ടു, നമ്മൾ ജനറിക് ആയിട്ടുള്ള അതിൻ്റെ അതല്ലാതെ ഇഫ് യു ഹാവ് എനി സ്പെസിഫിക് ക്വസ്റ്റ്യൻ വിച്ച് റിലേറ്റ്സ് ടു യുവർ ലൈഫ്, ഓക്കെ, എങ്ങനെ ആക്കാൻ പറ്റും, എന്താക്കാൻ പറ്റും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വി പെർട്ടിക്കുലർലി എൻകറേജ് ഓൺ ദിസ് സെഷൻ. അപ്പം അങ്ങനെയാണെന്നാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. Over to you, Matthews. Thank you. Hi. Thank you, sis. Yeah. Good afternoon. I'm not Malayali. I'm a Tamilian. Yep. Sure. What's your good have a name, ma'am? question. Sorry, I'm not able to see your Geeta. name. Sorry. Geeta. Okay. Geeta, Okay. Yes. might be Okay, Geeta. Yeah. Yeah. Fine. Fine. So, First of all, thank you for giving this webinar Yeah. to answer all our questions. I'm 40. I just started 42 year, Yeah. and I'm working nurse in Oman Mm-hmm. Defense Hospital. Yeah. Yeah. So now I am starting this EOI. I got ANMOC assessment skill. I completed bachelor and also GK, and I have done a graduate certificate in Australia through online platform. Yeah. So what is I mean, there a what's your points? possibility that I can apply EOI? Yeah. Even the last round, not this round, last round, one of our nurse got invitation at the 44. So until Okay. 45, you're eligible. So absolutely fine. How many points you have? See, that's the thing. So my age is 15. Mm-hmm. The point I will get 15. Yeah. And then experience. See, I have completed post basic in 2017. So you will consider after the 2017 only, isn't it? Okay. Because they allow This is only Just a 15 years. second, Geeta. Okay, that's fine. Yeah. Yeah. I think look, what we can do, share the number with us. 189 possibly going to be hard with your Okay. age unless you go for a higher English language and everything. So, but again, 491 and 190 possibly an option for nurses, and we are pretty sure nurses can get invited with even the 189. They you already heard the testimony. Like 75 points she got invited. So even with the basic 65 onwards, you can even get invited from South Australia or Tasmania, or especially for nurses. Asis, you wanted to add something? Yeah. So actually, Geeta, I believe you have got confused with that. You might have completed your BSc nursing after starting your career as a nurse. Am I right, Geeta? Yes. Yeah, you might have started your career as a diploma nurse. Then in between, you have completed your BSc. That's what you are asking about. That's what I understood. Am I right? Yes.
Yes. but Yeah. So 2017 Geeta, it's she worked. perfectly all right. Even if you have started your nursing career from your diploma, but if you had a valid registration from their country where you have practiced, then there won't be any issue. Okay, you can just Okay. directly coordinate with Sumi. She can give a better advice to you. So it doesn't block you that you have completed your BSc after you have started your career. There is nothing wrong. Okay. Sure. As long you have worked with a valid registration from the country where you have practiced, that's definitely fine. Okay, we will help you with claiming the points on that. Okay, Sure. 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 Thank you Any of so the much. Geeta. ANMARC assessment, everything has been assessed. My Yeah, all diploma good, was all good. assessed. What you Everything do was is at the assessed. earliest schedule, you can just speak to Sumi. She's one of the representative in our GCC country. So she will give a clear Okay. idea about it and you can start with. Sure. Miss Thank you. Geeta, if you're able to see the chat box, the number is shared, so you can easily WhatsApp her, and you can get the information. Sure. That's great. Are you Thank you so able to much. see the number? Yeah. Yeah, Okay. hope Thank your you so question much. has been answered, I believe. Isn't it, Geeta? Yeah. Yes. Yes. Thank you. Sure. Geeta, sorry, we have to, majority of Malayalis today, but No happy to problem. You answer. can speak in if Malayalam. any. No problem. I can I understand. can Thank speak you. in Tamil. My படிப்பெல்லாமே தஞ்சாவூர் தான் முடிச்சது. அதனால நல்ல தமிழ் தெரியும், but not now. Sure. Not Okay. an issue. Please carry on. Alright. Alright. സോ നമ്മൾ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ജനറലി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ എഡ്യൂക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ. ദർസ് നോ സ്റ്റഡി പാത്വേ ഹിയർ. സോ ആർക്കെങ്കിലും സ്റ്റഡി റിലേറ്റഡ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. സോ അപ്പം അത് ചോദിച്ചാൽ മതി. അപ്പം 3 തരത്തിലാണ് ജനറലി നമ്മൾ സ്കിൽ മൈഗ്രേഷൻ നടക്കുന്നത്. അതിപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ 189, 190, 491. 189 ഡയറക്റ്റ്ലി ഇൻവിറ്റേഷൻ വരുന്നതും 190 ആൻഡ് 491 സ്റ്റേറ്റ് തരുന്ന ഇൻവിറ്റേഷനുമാണ്. അതിനുള്ളിലാണ് ഫാമിലി സ്ട്രീമും ആഡഡ് ആവുന്നത്. പിന്നുള്ള നിങ്ങൾക്ക് എല്ലാവരും GCC പൊതുവേ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ അവർക്ക് ഏറ്റവും താല്പര്യമുള്ള വിസയാണ് ജോലിയോട് കൂടെ വരുന്ന, അല്ലെങ്കിൽ എംപ്ലോയർ സ്പോൺസർഡ് വിസയ്ക്ക് വേണ്ടി മാസങ്ങളോളം വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വർഷങ്ങളോളം വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയുള്ളത്. അപ്പോൾ അതാണ് 482, 186. അപ്പം അത്രയും കാര്യങ്ങളാണ് പാത്വേ ഓഫ് മൈഗ്രേഷൻ എന്ന് നമ്മൾ ജനറലായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ ഫിലിം. ഓക്കെ, നമ്മുടെ പോയിന്റ് കാൽക്കുലേഷൻ ആണ് ഇപ്പം നമ്മൾ മുമ്പേ ഇപ്പോൾ ഗീത പറഞ്ഞതും, ലൈക്ക് യു നീഡ് ടു ഹാവ് എ മിനിമം ഓഫ് 65 പോയിന്റ്സ്. ഏജ് 45 വയസ്സ് തികയാൻ പാടില്ല. 44ാമത്തെ വയസ്സിൻ്റെ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് എടുക്കാം. ഏതെങ്കിലും ഉള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ്, പിന്നെ ക്വാളിഫിക്കേഷൻ, പാർട്ണർ സ്കില്ല്, സ്റ്റേറ്റിൻ്റെ പോയിന്റ്സ്, അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 65 പോയിന്റ് ഉണ്ടാവണം ഇതിൻ്റെ എലിജിബിലിറ്റി മീറ്റ് ചെയ്യാൻ. ഈ മിനിഞ്ഞാന്ന് നടന്ന ഇൻവിറ്റേഷൻ നേഴ്സസ് 75-80 പോയിന്റിലാണ് ഇൻവിറ്റേഷൻ വന്നത്. 65 പോയിന്റ് കൊണ്ട് അല്ലെങ്കിൽ 70 പോയിന്റ് കൊണ്ട് ഇനിയത്തെ സാഹചര്യത്തിൽ നേഴ്സസിന് ഇൻവിറ്റേഷൻ വരാനുള്ള സാധ്യത കുറവാണ്. സോ അതുകൊണ്ട് നിങ്ങൾ പൊതുവായിട്ട് പോയിന്റ് ഇൻക്രീസ് ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിക്കും. സോ ദാറ്റ് ഞങ്ങളെ പുഷ് ചെയ്യുന്നത് ഓൺലി ബേസ്ഡ് ഓൺ ദ കറന്റ് ട്രെൻഡ് ഓഫ് ഓസ്ട്രേലിയ. പക്ഷേ 65 പോയിന്റിൽ സ്റ്റേറ്റിൻ്റെ ഇൻവിറ്റേഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. എന്തുകൊണ്ടെന്നാൽ 190 എന്ന് പറഞ്ഞ വിസ സ്റ്റേറ്റ്, നമ്മൾ സ്റ്റേറ്റിന് ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കുകയാണ്. ആ സ്റ്റേറ്റ് നമുക്കൊരു 5 പോയിന്റ് അധികം തരും. ഇനി റീജിയണൽ വിസ 491, ഇപ്പോൾ സിഡ്നിക്കും മെൽബണും ബ്രിസ്ബെയിനും വെളിയിലുള്ള ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും 491 വിസ തരും. അതിനവർ 15 പോയിന്റ് കൂടി അഡീഷണലി തരും. അങ്ങനെ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 65 പോയിന്റിലധികം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും വിസയ്ക്ക് നിങ്ങൾ എലിജിബിൾ ആകും. നെക്സ്റ്റ് വൺ. ഞാൻ കുറച്ച് ഓടിച്ചു പോവാം, കാരണം ഇവർക്കെല്ലാം കുറെ അറിയാവുന്നതാണ്. അപ്പോൾ സ്കിൽ അസസ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പം നേഴ്സസിനാണെങ്കിൽ ANMAC ആണ്. ബാക്കി എല്ലാ പ്രൊഫഷണൽസിനും, അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസിനും അതിൻ്റേതായ അസസ്മെന്റ് ബോഡീസ് ഓസ്ട്രേലിയയിലുണ്ട്. മെയിൻ ആയിട്ടുള്ളത് APRA, അതാണ് ഒരു ഓവറോൾ കൺട്രോൾ ചെയ്യുന്ന ഹെൽത്ത് ആൻഡ് അലൈഡ് ഹെൽത്തിൽ വരുന്നത്. നേഴ്സസ്, ഫിസിയോസ്, അതെല്ലാം അതിന്. ഓഡിയോളജിസ്റ്റ് ഇത്ര നാളില്ലായിരുന്നു, ഓഡിയോളജിസ്റ്റും APRA അണ്ടറിലേക്ക് വരുവാണ്. അതിൽ എക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ സോഷ്യൽ വർക്കേഴ്സും അങ്ങനെ കുറച്ച് വളരെ കൗൺസിലിംഗ് ബോഡീസ് ഒക്കെ മാത്രമേ എക്സെപ്റ്റഡ് ഉള്ളൂ. ബാക്കി എല്ലാ അലൈഡ് ഹെൽത്തും APRAയുടെ അണ്ടറിലാണ് റെഗുലേറ്ററി ബോഡി ആയിട്ട് വരുന്നത്. പക്ഷേ സ്കിൽ അസസ്മെന്റ് ഡിഫറെൻ്റ് ആണ്. നേഴ്സസിനാണെങ്കിൽ ANMAC, ഓസ്ട്രേലിയൻ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി. ഓഡിയോളജിക്കാണെങ്കിൽ വ്യത്യസ്ത തന്നെയാണ് ഇപ്പോഴും വരുന്നത്. ഫിസിയോയ്ക്ക് കൗൺസിൽസ് ഉണ്ട്. അങ്ങനെ എല്ലാ ജോലികൾക്കും OTയുടെ ആണ്. അങ്ങനെ എല്ലാത്തിനും എല്ലാ തരത്തിലുള്ള അസസ്മെന്റും ഇവിടെ അസസ്മെന്റ് ബോഡീസും ഓസ്ട്രേലിയയിലുണ്ട്. സോ ബേസിക്കലി സ്കിൽ അസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ക്വാളിഫിക്കേഷനും നമ്മുടെ എക്സ്പീരിയൻസും
ഓസ്ട്രേലിയക്ക് തുല്യത വരുത്തുന്ന ഒരു പ്രക്രിയയാണ് സ്കിൽ അസസ്മെന്റ്. രണ്ടാമത് അതങ്ങനെ സ്കിൽ അസസ്മെന്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ EOI എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓസ്ട്രേലിയൻ സ്റ്റേറ്റിനും ഡയറക്റ്റ്ലി നമ്മൾ 189 ഇടും. അങ്ങനെ ഇട്ട് നമ്മളുടെ പോയിന്റ് നമ്മുടെ ഒക്കുപേഷനെ വിളിക്കുവാണെങ്കിൽ നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടും. 60 ദിവസത്തിനുള്ളിൽ നമുക്ക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ഇടയ്ക്ക് 190/491 എന്ന് പറഞ്ഞത് സ്റ്റേറ്റിൻ്റെയോ ടെറിട്ടറിയുടെ നോമിനേഷനാണ്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും സ്റ്റേറ്റിനോ ടെറിട്ടറിക്കോ ഒരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്. അതുകൂടെ കണ്ടിന്യൂ ചെയ്താൽ അല്ലെങ്കിൽ അതുകൂടെ ഇനിഷ്യേറ്റ് ചെയ്താൽ മാത്രമാണ് അവരുടെ ഇൻവിറ്റേഷൻ വരികയുള്ളൂ. നെക്സ്റ്റ് വൺ, അലൈഡ് ഹെൽത്ത്. ഇവിടെ നഴ്സസ് അല്ലാത്ത ഏതൊക്കെ അലൈഡ് ഹെൽത്ത് ഉണ്ടെന്ന് ഒന്ന് ടൈപ്പോ ഒന്ന് വിധിച്ചത് പറയാമോ സ്പെസിഫിക്കലി? അപ്പം നമ്മൾ അതിനെപ്പറ്റി പറയാം. The chat So box I, are available. yeah, available. Physios, basically we have physios. Okay. I'll just check for that. Yeah, everyone can message. Physiotherapist, is there any physiotherapist that what you mean, Philip, or Yeah, apart from physiotherapist is there. correct? Okay, they got any questions? Physiotherapist എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? Or yes, Robin, please. Yeah. ഹായ് ചേട്ടാ, കേൾക്കാമോ? ഹലോ. കേൾക്കാം. ഓക്കെ ചേട്ടാ, ഫിസിയോസിന്റെ ഒരു ചെറിയ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്കിൽ അസസ്മെന്റ് APC ആണല്ലോ ചെയ്യണത്, ഓസ്ട്രേലിയൻ ഫിസിയോ കൗൺസിൽ. അതിന് കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ അതില്ലാതെ നമുക്ക് പറ്റത്തില്ല കൊടുക്കാൻ അല്ലേ? സ്കിൽ അസസ്മെന്റ് ഒരു മാൻഡേറ്ററി ആണ്. Mandatory സോ ആണ്. ഇതിന്റെ ഒരു ടൈം ഫ്രെയിം എത്ര ആയിരിക്കും? നമുക്ക് എത്ര നാളുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും APC? റോബിൻ ഇപ്പൊ എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ? ഇപ്പൊ കറന്റ്ലി ഫിസിയോതെറാപ്പി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ റോബിൻ? ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഒമാനിലാണ്, മിനിസ്ട്രി ഓഫ് ഹെൽത്തില്. ടോട്ടൽ 5 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. രജിസ്ട്രേഷനും നാട്ടിലെ രജിസ്ട്രേഷനും അങ്ങനെയാണോ? ഉണ്ട്. രണ്ടും ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾക്ക് എന്തായാലും സ്കിൽ അസസ്മെന്റിന്റെ ഇപ്പം റോബിൻ പറഞ്ഞതുപോലെ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്നാലും വലിയ മാറ്റങ്ങളല്ല. APC ആകുമ്പോഴേക്കും നമ്മൾ ആ ഇനീഷ്യലി മെയിൻലി വന്ന മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ഉണ്ടായാൽ നമുക്ക് ആഫ്റ്റർ രജിസ്ട്രേഷൻ ത്രൂ APC എടുക്കാൻ ഒരു എളുപ്പ വഴി ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം ആ വഴിയിലോട്ട് അവർ സ്പെസിഫിക്കലി ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ഉണ്ടായാൽ മാത്രം പോരാ, പ്ലസ് ന്യൂസിലാൻഡിൽ നിന്ന് തന്നെ 2 കൊല്ലത്തെ എക്സ്പീരിയൻസും കൂടി വേണമെന്ന് പറയുന്നതാണ് ഒരു വലിയൊരു മാറ്റം എന്ന് പറഞ്ഞിട്ട് ഈ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ പ്രോസസ്സിൽ വന്നിട്ടുള്ളത്. മനസ്സിലായോ? അതായത് നമുക്ക് ആഫ്റ്റർ രജിസ്ട്രേഷൻ കിട്ടും, പക്ഷേ APC കിട്ടണമെങ്കിൽ അതായത് നിങ്ങൾ ആഫ്റ്റർ രജിസ്ട്രേഷന് ന്യൂസിലാൻഡ് ത്രൂ ആണ് ചെയ്യുന്നതെങ്കിൽ ന്യൂസിലാൻഡിൽ തന്നെ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണം എന്നുള്ളൊരു സ്പെസിഫിക് റിക്വയർമെന്റ്സ് ആണ് ഇവർ അഡീഷണൽ ആയിട്ട് വന്നത്. അല്ലാതെ നമ്മളുടെ നോർമലി ഓസ്ട്രേലിയയിൽ വരുന്ന എക്സാമിനേഷൻസും അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് ചെയ്യുന്ന നമ്മളുടെ സേഫ്റ്റി അതേപോലെയുള്ള ടെസ്റ്റൊക്കെ സെയിം ആണ്. പക്ഷെ ചെറുതായിട്ട് അവരുടെ ഫീയും ആദ്യം ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു വ്യത്യാസമേ വന്നിട്ടുള്ളൂ. പക്ഷെ എങ്ങനെ ആയാലും പോലും ഇറ്റ് വിൽ ടേക്ക് അറൗണ്ട് ഒരു 8-9 മാസം വരെയൊക്കെ എങ്ങനെ ആയാലും എക്സാം ഷെഡ്യൂളിനനുസരിച്ചിട്ട് നമ്മൾ എന്തായാലും നോക്കേണ്ടി വരും റോബിൻ. സോ ചേട്ടാ, ഞാൻ ഇപ്പൊ കറന്റ്ലി OET പാസ്സായിട്ട് ഇപ്പം ലാസ്റ്റ് മന്തിലാണ് OET റിസൾട്ട് വന്നത്. സോ അതൊരു 2 years വാലിഡിറ്റി ആണ്. സോ അതിനുള്ളിൽ നമ്മൾ ഇതെല്ലാം ചെയ്യണം അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും കൊടുക്കേണ്ടി നമ്മൾക്ക് വരുമോ? ഇതിന്റെ ഉള്ളില് ചെയ്യണമെന്നില്ല. കാരണം എന്ന് വെച്ചാല് നമ്മുടെ സ്കിൽസ് അസസ്മെന്റിന്റെ സമയത്ത് നമുക്ക് ആഫർ കിട്ടുവാണെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യം വരത്തില്ല. അതുകൊണ്ട് തന്നെ EOIന്റെ സമയത്ത് നോർമലി OETന്റെ സ്കോർ ഇപ്പൊ നമുക്ക് വേണ്ട സ്കോർ കിട്ടിയിട്ടുണ്ടെങ്കിൽ 3 കൊല്ലം വരെ നമുക്ക് ഈ സ്കോർ യൂസ് ചെയ്യാം റോബിൻ. 2 കൊല്ലമല്ല കേട്ടോ. ഓക്കെ അതായത് ഓക്കെ ഓക്കെ നമ്മളെ അതിൽ OETയും പ്രശ്നമില്ല. അതേപോലെ തന്നെ IELTSന്റെ സ്കോർ കാർഡിൽ നിങ്ങൾ എഴുതി കാണുമായിരിക്കും വാലിഡ് അപ് ടു 24 മന്ത്സ് അല്ലെങ്കിൽ പക്ഷേ 2 years. നോർമലി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് വിൽ അക്സെപ്റ്റ് ദിയ എനി വാലിഡ് ഇംഗ്ലീഷ് സ്കോർ അപ് ടു 36 മന്ത് ആണ്. അപ്പൊ ആ ഡേറ്റ് കഴിഞ്ഞിട്ട് 1 കൊല്ലം വരെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സ്കോറിനെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റൂ കേട്ടോ. യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ചേട്ടാ. ഓക്കെ. താങ്ക്സ് റോബിൻ. വേറെ ആരെങ്കിലും ഉണ്ടോ ഫിസിയോ അല്ലാതെ വേറെ ഏതെങ്കിലും അലൈഡ് ഹെൽത്ത്? Sir, what about pharmacist? ഓക്കെ, ഫാർമസിസ്റ്റിന്റെ രജിസ്ട്രേഷൻ കിട്ടിയതാണോ? ക്യാപ്സ് പാസ്സായി, ഓക്കെ HPRA ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ ക്യാപ്സ് പാസ്സാവുന്നത് തന്നെ നിങ്ങളുടെ അസസ്മെന്റ് ആണ്. ആപ്പയുടെ രജിസ്ട്രേഷൻ ഓൺലൈനിൽ ചെയ്യാം. അത് യു ഡോണ്ട് നീഡ് ടു കം ഹിയർ ഓർ എനിത്തിങ്.
ആപ്പയുടെ രജിസ്ട്രേഷൻ അവിടുന്ന് തന്നെ അത് ചെയ്ത് അതിന്റെ പ്രൊവിഷണൽ ലൈസൻസ് കിട്ടും. ആ പ്രൊവിഷണൽ ലൈസൻസിൽ വെച്ചിട്ടാണ് നമ്മൾ ബേസിക്കലി അറിയാലോ, ഇവിടെ വന്ന് 1 ഇയർ ഓഫ് ഇന്റേൺഷിപ്പ് ചെയ്താലാണ് ഫുൾ നിങ്ങളൊരു ഓറൽ എക്സാംസ് ക്ലിയർ ചെയ്യുമ്പോഴാണ് ഫുൾ രജിസ്ട്രേഷൻ കിട്ടുന്നത്. ഈ സൂപ്പർവിഷൻ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് സൂപ്പർവൈസ് ചെയ്യണം. ഓക്കെ. ഫാർമസിസ്റ്റ് 189 ഒക്കുപേഷൻ ലിസ്റ്റിൽ ഉള്ളതല്ല, 190 491 ഉള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഓസ്ട്രേലിയയുടെ റീജിയണൽ ഓസ്ട്രേലിയയിൽ മാത്രമാണ് ഇപ്പോൾ ഫാർമസിസ്റ്റിന്റെ ഷോർട്ടേജ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ഇപ്പൊ പണ്ടൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻവിറ്റേഷൻ വന്നുകൊണ്ടിരുന്നത് വിക്ടോറിയ, വെസ്റ്റേൺ ഓസ്ട്രേലിയ ഒക്കെ ആയിരുന്നു. 190 ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം നമ്മൾ കിട്ടി, നമ്മൾ കുറേ പേര് സേവ് ചെയ്ത ഒരു ഒക്കുപേഷനാണ്. പക്ഷെ ഈ വർഷം 190 വന്നേക്കും, ബട്ട് കുറച്ച് കോമ്പറ്റീറ്റീവ് ആയിരിക്കും. അപ്പം ചില സ്റ്റേറ്റുകൾക്ക് അവർ ഓപ്പൺ ആവും. അത് ലൈക്ക് UI ഇട്ടത് കൊണ്ട് മാത്രം വരുന്ന സ്റ്റേറ്റുകളല്ല, അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ROIസോ നോമിനേഷനോ സബ്മിറ്റ് ചെയ്യണം. പക്ഷെ എൻ്റെ ഒരു എക്സ്പെക്ടേഷനിൽ ഈ വർഷം കൂടുതലായിട്ട് 491 വിസകളായിരിക്കും ഫാർമസിസ്റ്റിന് കൊടുക്കാൻ സാധ്യതകളുള്ളത്. അപ്പൊ എപ്പോഴും പലർക്കും ഒരു ഡൗട്ട് ഉള്ളതാണ് 491 വിസ എന്തോ PR അല്ല എന്നുള്ളത്. 491 PR ആണ്, ട്രാൻസിഷണൽ PR ആണ്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് മെഡിക്കെയറും കുട്ടികളുടെ ഫ്രീ എഡ്യൂക്കേഷൻ എല്ലാം അതിൽ കവർ ചെയ്യും. ആകെ ഈ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന് നിങ്ങൾക്ക് മെൽബണിലും സിഡ്നിയിലും ബ്രിസ്ബെയിനിലും അല്ലാതെ ഏത് സ്ഥലത്തും താമസിക്കാൻ വേണ്ടിയുള്ള വിസയാണ്. അതായത് ആ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റികളിൽ പോയി താമസിക്കേണ്ടി വരും. ഇപ്പോഴത്തെ ഫാർമസിസ്റ്റിന്റെ ജോലി കിട്ടാൻ സാധ്യത ഉള്ളതും അത്തരം റീജിയനുകളിൽ മാത്രമാണ്. അപ്പൊ ആ വിസയിൽ നിങ്ങൾ 3 വർഷം നിന്ന് കഴിയുമ്പോഴത്തേന് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി 191 എന്നുള്ള ഫൈനൽ വിസയ്ക്ക് എലിജിബിൾ ആകും. Okay, sir. Okay. I understand. Thank you. Amina, if you don't mind, can I ask you a question? So, you Yes. also done with PTE അല്ലെങ്കിൽ എന്തെങ്കിലും ഇംഗ്ലീഷ് സ്കോറും എഴുതിയായിരുന്നോ? ഓഫർ അല്ല ചെയ്തത്, അല്ല ക്യാപ്സ് ആണോ? അല്ലല്ല, ക്യാപ്സ് ലാസ്റ്റ് ഇയർ എഴുതി. അപ്പോ ലാസ്റ്റ് ഇയർ ഹസ്ബൻഡും എഴുതിയതാണ്. ക്യാപ്സ് ആണ്, ഹസ്ബൻഡും ഫാർമസിസ്റ്റ് ആണ്. അപ്പൊ രണ്ടുപേരും ക്യാപ്സ് കംപ്ലീറ്റ് ആക്കി. PTE ഞാൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോ അപ്പം നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇതുവരെ ഇട്ടിട്ടില്ല, ലാസ്റ്റ് ഇയർ ക്യാപ്സ് എഴുതിയിട്ടും. ഇല്ല എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ടിട്ടില്ല, ഡിലേ ആയിപ്പോയി. ഓക്കെ, അതിനി ഇപ്പം ഇംഗ്ലീഷ് ആർക്കെങ്കിലും ഉണ്ടോ? രണ്ടിൽ ഒരാൾക്കെങ്കിലും, ആമിനക്കോ അല്ലെങ്കിൽ പാർട്ട്ണറിനായിരിക്കും? എനിക്ക് കോമ്പീറ്റന്റ് ഉള്ളൂ, കാരണം ഒരെണ്ണത്തില് മാർക്ക് കുറവായിരുന്നു. അപ്പോ കോമ്പീറ്റന്റ് ഇപ്പൊ ഉള്ളൂ. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നമ്മളിപ്പോ റീസെന്റ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിലോ അല്ലെങ്കിൽ റീറ്റെയിൽ ഫാർമസിസ്റ്റിലോ ആയിട്ട്? റീസെന്റ് ആയിട്ടില്ല, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയിട്ടുള്ളോ? മറ്റേ ഹസ്ബൻഡിനായാലും? ഹസ്ബൻഡിന് 6 years ഉണ്ട്. ഓക്കെ, പറ്റുമെങ്കിൽ ആമിന ആയാലും നമ്മൾ GCCന്റെ ആൾക്കാരനായിട്ട് ഒന്ന് സംസാരിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം വെച്ചാൽ ഇപ്പൊ മാത്യൂസ് പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ടൈം വിക്ടോറിയയുടെ ഇൻവിറ്റേഷൻസിലൊക്കെ കിട്ടുമ്പോഴേക്ക് അവര് പരിഗണിച്ചത് പോയിന്റ്സിലധികം അറ്റ്ലീസ്റ്റ് നമുക്ക് ഓവർസീസ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് അവരെടുത്തത്. അതായത് അറ്റ്ലീസ്റ്റ് ഒരു കൊല്ലത്തിലധികം വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരുടെ എക്സ്പ്രഷൻ അവര് മിനിമം പോയിന്റ്സിലടക്കം ഇൻവൈറ്റ് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ആകുമ്പോഴേക്കും സിൻസ് ക്യാപ്സ് എക്സാം കയ്യിലുള്ള നിലയ്ക്ക് എത്രയും പെട്ടെന്ന് ഇംഗ്ലീഷ് എഴുതിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ മാത്യൂസ് പറഞ്ഞ പോലെ തന്നെ ഏത് സ്റ്റേറ്റ്സ് ആയാലും ഇപ്പൊ ഓരോ സ്റ്റേറ്റ്സിന് ഫുൾ അലൊക്കേഷൻസ് ഒക്കെ കിട്ടി തുടങ്ങി. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് റൗണ്ട്സ് ഒക്കെ വരുമ്പോഴേക്ക് എന്തായാലും അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഷോർട്ടേജിലുള്ള ഒക്യുപ്പേഷൻസിനെ വിളിക്കും. അപ്പം എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ടാലേ ഉള്ളൂ ആ സമയത്ത് പരിഗണിക്കുന്ന EOയിലോട്ട് ഇൻവിറ്റേഷൻസ് കിട്ടുക. അപ്പം ക്യാപ്സ് എക്സാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഓൾറെഡി യു ലോസ്റ്റ് ആൾമോസ്റ്റ് 1 year. മനസ്സിലായോ? അപ്പൊ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പൂളിലൊന്ന് വരാൻ നോക്കാന്നുള്ളൊരു പേഴ്സണൽ അഡ്വൈസ് ആണ്. ബിക്കോസ് എനി ഹൗ യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത്. മനസ്സിലായോ? അറ്റ് ദി ഏർലിയസ്റ്റ് ട്രൈ ടു ബി ഇൻ പൂൾ ഓഫ് EOI. അതേപോലെ തന്നെ എവിടേക്കൊക്കെ ഇപ്പം ഫാർമസിസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആൾസോ ഹാവ് എ വേർഡ്സ് വിത്ത് വൺ ഓഫ് അവർ കൊലീഗ്സ് ബാക്ക് ഇൻ UAE കേട്ടോ. എന്നിട്ട് അവരോടൊന്ന് സംസാരിച്ചാൽ മതി. അപ്പം റീസെന്റ് ആയിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്സിലോട്ട് ഇപ്പം നമുക്ക് ഇടാൻ പറ്റും, ഏതൊക്കെയാണ് ഓൾറെഡി ഓപ്പൺഡ് ആണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിലും കിട്ടും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ കറണ്ട് കോമ്പിറ്റൻറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും ഒരു EOI രജിസ്റ്റർ ചെയ്ത് വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. EOIൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ശേഷം ഇപ്പം ആമിനക്ക് EOI ഇടാൻ പറ്റി, നെക്സ്റ്റ് ഇപ്പം ഹസ്ബൻഡിന് EOI കിട്ടുവാണെങ്കിലും നമുക്ക് അവരുടെയും കൂടി ആമിനയുടെ EOയിലും ഇടാൻ പറ്റും. അതേപോലെ തന്നെ ഹസ്ബൻഡിന്റെ സെപ്പറേറ്റ് ആയിട്ട് EOയും ഇടാൻ പറ്റും. അപ്പോൾ വി ആൾവേസ് ഹാവ് എൻ ഓപ്ഷൻ ടു പുട്ട് മൾട്ടിപ്പിൾ EOIs. Okay, under all these states. അപ്പം ഇറ്റ് വിൽ ആൾസോ ഇൻക്രീസ് ദ ചാൻസസ് ഓഫ് യു ബീയിങ് ഗെറ്റ് ഇൻവൈറ്റഡ്. അപ്പൊ എന്തെന്നുള്ളതൊന്ന് പേഴ്സണലി ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്തായാലും നന്നായിരിക്കും കേട്ടോ. ഓക്കെ സർ. ഓക്കെ. താങ്ക് യു ആമിന.
അവനെ ഇനി ലേറ്റ് ആക്കരുത് കേട്ടോ, ഒത്തിരി ലേറ്റ് ആയി. കാരണം നമുക്ക് ലേറ്റ് ആയി. അത് മാത്രം അല്ല, ക്യാപ്സിന്റെ ഞങ്ങൾക്ക് 3 ഇയേഴ്സ് ക്യാപ്സിന് വാലിഡിറ്റി ഉള്ളൂ. അപ്പൊ അതിനു മുമ്പ് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് അതിന്റെ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ വിസ വരാനായിട്ട് നമുക്ക് സമയം എടുക്കുമല്ലോ. ഉം, അപ്പം ഉം, 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 ഉം. വരുമ്പോഴത്തേനെ 3 വർഷം കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ APC-യുമായിട്ട് നോക്കിയിട്ട് കുറച്ച് പണിയാകും. അപ്പൊ അതുകൊണ്ട് ഓക്കെ അതുകൊണ്ടാണ് എല്ലാവരും നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ വിസ 1 വർഷമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ഇന്റേൺഷിപ്പ് കിട്ടാൻ കുറച്ച് ഒരു പാടുള്ള സമയമുണ്ട്. എല്ലാവരും നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം ഫാർമസിസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് തരാൻ വേണ്ടി. ഇപ്പൊ ഒരു ഫാർമസിസ്റ്റിന്റെ അണ്ടർ ഒരു ഇന്റേൺ ഇടത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഫാർമസിയിൽ ഒരു ഇന്റേൺ ഇടുകയുള്ളൂ ജനറലി, അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ ഫാർമസി ആയിരിക്കണം. അപ്പൊ അങ്ങനെ കുറച്ച് സ്ട്രഗിൾ ആണ്. എന്റെ ഓക്കെ വൈഫ് ഫാർമസിസ്റ്റ്, അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഓക്കെ പുള്ളിക്കാരി ഓക്കെ ഗുഡ് ടു നോ സർ. ഓക്കെ, താങ്ക് യു. വേറെ ഏതെങ്കിലും ഉണ്ടോ അലൈഡ് ഹെൽത്ത് നഴ്സസിനെ പറ്റി Allied സംസാരിക്കാൻ? health, anybody, I'm just speaking in English so that if anybody has a question, ആർക്കെങ്കിലും അതിനകത്തൊരു ചോദ്യം ഇൻ അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻ, അതായത് ഈ ഫിസിയോതെറാപ്പിസ്റ്റ്, റേഡിയോളജിസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, pharmacist, anybody is there, any questions you can ask now. ഇല്ലെന്ന് വിശ്വസിക്കുന്നു. So Matthews, can we move to the nursing side of it? Yeah. സോ നമ്മുടെ നഴ്സിംഗിന്റെ ഒരു സ്ലൈഡിലേക്ക് പോകാം. Yeah, sure. Asis, you there, right? Yes, Matthews. Okay. Well, ഞാനത് you just ബേസിക് start. ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയാം, then you carry on with the details of nursing. Sure. സോ നഴ്സിംഗ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും കൂടുതൽ ഇൻവിറ്റേഷൻ വരുന്ന നമ്പർ 1 occupation നഴ്സിംഗ് ആണ്. കാരണം ഇഫ് യു ടേക്ക് 491, 190, 189 ലാസ്റ്റ് ഇയറിന്റെ ഡാറ്റ നോക്കിയാലും ഈ ഇയറിന്റെ ഡാറ്റ നോക്കിയാലും the highest number of invitation is received by either a registered nurse or an enrolled nurse. രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നഴ്സിംഗ് പ്രൊഫഷനാണ് രണ്ടും ഏറ്റവും കൂടുതൽ ഇൻവിറ്റേഷൻ വരുന്നത്. അതിലെ മെയിൻ കാരണം നിങ്ങൾക്കറിയാം, ഹെൽത്ത് ഈസ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഓസ്ട്രേലിയയിൽ. ഏജ്ഡ് കെയർ, അലൈഡ് ഹെൽത്ത് സർവീസസ്, GP ക്ലിനിക്സ്, അങ്ങനെ പല ഏരിയയിൽ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. അത്തരം ഏരിയയിൽ ഒരു ഹ്യൂജ് ഷോർട്ടേജ് ഓസ്ട്രേലിയക്കുണ്ട്. ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് പഠിക്കുന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സസിനെ വി സ്റ്റിൽ നീഡ് ഇറ്റ്. അതിൻ്റെ റിഫ്ലക്ഷൻ ആയിട്ടാണ് ഒരു അക്കൗണ്ടന്റിന് 105 പോയിന്റ്സിന് ഇൻവിറ്റേഷൻ വരുമ്പോൾ ഒരു നഴ്സിന് 75 പോയിന്റ്സിൽ 189 കൊടുത്തത്. സോ അതാണ് അതിൻ്റെ ഹ്യൂജ് ഡിഫറൻസ്. സോ വേറെ എല്ലാ ഒക്കുപേഷനും ഇപ്പോൾ എഞ്ചിനീയറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ 95-100 പോയിന്റ്സിൽ പോകുമ്പോൾ നഴ്സസിന് ഏറ്റവും കുറഞ്ഞ സ്കോർ 75 വരെ താന്നു വന്ന് ഈ വർഷവും ഇൻവിറ്റേഷൻ വന്നത് അത്രയ്ക്ക് നീടുള്ളത് കൊണ്ടാണ്. പലപ്പോഴും എല്ലാവർക്കും ഈ 75 പോയിന്റ് 80 പോയിന്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ ഏജ് ഈസ് എ ബാരിയർ. ചിലപ്പോൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ പാർട്ട്ണർ അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് മീറ്റ് ചെയ്യാനുള്ള പ്രയാസം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമുക്കൊരിക്കലും 75ലേക്ക് പുഷ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അവരോട് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നതാണ് റീജിയണൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ സ്പോൺസർഷിപ്പ് നോക്കിയിട്ട് അതിലേക്ക് PR എടുക്കാൻ. കാരണം അതിൽ നമുക്ക് അതിന് വേണ്ട പോയിന്റ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യും. 5ഉം 15ഉം പോയിന്റ് 491നും 190ക്കും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഈ സ്റ്റേറ്റ് റിക്വയർഡ് നഴ്സസ് ഇപ്പം വലിയൊരു പൂള് 189 എടുത്താലും ഓരോ സ്റ്റേറ്റിനും അവർക്ക് ഏറ്റവും ഷോർട്ടേജ് ഉള്ള ഏരിയ ആണ് നഴ്സിംഗ്. അപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാനൊരു വെബിനാർ എടുത്തപ്പം GCCക്ക് വേണ്ടി മാത്രം എടുത്തപ്പോൾ പറഞ്ഞാണ്, അന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രമിക്കുന്നത് ഈ ജോലിക്ക് 482നോ 186നോ വേണ്ടിയാണ്. അപ്പം ജോലിയോട് കൂടി ഇവിടെ വന്നാൽ സേഫ് ആവുമല്ലോ, അതൊരു നോർമൽ തോട്ട് പ്രോസസ്സാണ് GCC കൺട്രീസിലുള്ളവർക്ക്. അപ്പം അന്ന് ഞാൻ വാൺ ചെയ്തത് എല്ലാവരെയും, കാരണം ഇവിടെ ഫണ്ടിങ് ഒത്തിരി, ഞാൻ ഹെൽത്തിലാണ് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തത്, അപ്പോൾ എനിക്കറിയാം എൻ്റെ ഫണ്ടിങ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഫണ്ടിങ് ഫ്രോസൺ ചെയ്തു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് പല സ്റ്റേറ്റിനും പല ഗവൺമെൻറ്റിനും അതിനുള്ള നിങ്ങളെ സ്പോൺസർ ചെയ്യാനുള്ള പൈസ വളരെ കുറഞ്ഞു. പണ്ട് നന്നായിട്ട് ഫണ്ട് ചെയ്തു, റിലൊക്കേഷൻ പാക്കേജൊക്കെ തന്നെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഒരാളെ 482 ആണെങ്കിലും 186 ആണെങ്കിലും ഒരാളെ സ്പോൺസർ ചെയ്യുന്നതിന് അതാത് എംപ്ലോയറിന് ഏകദേശം $10,000 നാട്ടിൽ ഒരു 6 ലക്ഷം രൂപയോളം ചിലവുണ്ട്. അപ്പോൾ അത്രയും ചിലവെടുത്തിട്ടാണ് അവർ പലപ്പോഴും സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള സാധ്യതകൾ കുറഞ്ഞു. അതേസമയം തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഈ 491, 190ൽ വിസയിൽ കയറി വന്നു. അങ്ങനെ വിസയിൽ കയറി വരുന്നപ്പം ഇവർക്ക് ജോലി മാത്രം മതി, ഇതുപോലുള്ള വിസ സ്പോൺസർ ചെയ്യാനുള്ള പൈസയോ
റീലൊക്കേഷൻ പാക്കേജ് ഒന്നും കൊടുക്കാതെ അവരെ കിട്ടാൻ തുടങ്ങി. അപ്പോഴാണ് ഇവരൊരു പോളിസി ചേഞ്ച് ചെയ്തു, ലോക്കലി അവൈലബിൾ ആയ നഴ്സസിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഫണ്ട് കിട്ടുന്നവരുടെ പോലെ 482 186 കൊടുക്കുന്നത് വളരെ കുറവാണ്. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിലും അത് റീജിയനിലായിരിക്കും, അവരുടെ ശമ്പളം കുറച്ചിട്ട് പിടിച്ചിട്ടുള്ള ചില ഇൻവിറ്റേഷൻസുമാണ് പോകുന്നത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ നന്നായിട്ട് പോകുന്നുണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ അഡ്വൈസസ് അങ്ങനെയാണ്. നിങ്ങൾ 482 വേണ്ടി മാത്രം നോക്കി നിൽക്കാതെ, 186 മാത്രം നോക്കി നിൽക്കാതെ നിങ്ങൾ EOI ചെയ്യണം. ഇൻ കേസ് നിങ്ങൾക്ക് 482 186 വന്നാൽ ദാറ്റ് ഇസ് എ ഗ്രേറ്റ് തിങ്, വളരെ നല്ല കാര്യം. പക്ഷെ വന്നില്ലെങ്കിൽ നമുക്ക് ആ സാധ്യത, ചാൻസസ് കളയാൻ നമുക്ക് നഷ്ടപ്പെടുത്തരുത്. കാരണം 491 190 189 ഒക്കെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നത്. കാരണം ഒന്ന്, ഈ വർഷം ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഈ സ്റ്റേറ്റിൻ്റെയും ടെറിട്ടറിയുടെയും സീറ്റ്സ് കുറച്ച് കുറയ്ക്കാനുള്ള സാധ്യതകളാണ്. 1-2 സ്റ്റേറ്റിന് 3 അവർ അനൗൺസ് ചെയ്തു, അവർ കുറച്ചു. ചില സ്റ്റേറ്റിന് സ്ലൈറ്റ്ലി കൂട്ടി. പക്ഷെ മൊത്തത്തിൽ അവർ കുറയ്ക്കാനുള്ള സാധ്യതകളാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ 491 കിട്ടിയാലും 190 കിട്ടിയാലും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പൊതുവായിട്ടുള്ള ഒരു അഡ്വൈസ്. ബട്ട് ഇറ്റ് ഈസ് അപ് ടു യു. നമ്മൾ അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും പറഞ്ഞു തരാം, അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും, മൈഗ്രേഷൻ പ്രോഗ്രാംസ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പറയാം. സോ ബേസിക്കലി ഇൻ ഷോർട്ട്, നമ്മൾ പൊതുവെ സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങൾ 482 186 നോക്കുവാണെങ്കിലും അതേ സമയം തന്നെ ഓൾട്ടർനേറ്റീവായിട്ട് നിങ്ങൾ 189 491 190 ശ്രമിക്കണം. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് 2 കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ ഏജൻസി വഴി ചെയ്യുന്നത്. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് പൈസ തന്നിട്ട് 189 ഇട്ടു, 491 അതെല്ലാം ഇട്ടു. പക്ഷെ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു 482 ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഒരു എംപ്ലോയർ തരാമെന്ന് പറഞ്ഞാലും വി ഡോണ്ട് അഡീഷണലി ചാർജ് യു ഗൈസ്. നമ്മൾ ആ പറഞ്ഞ പൈസയിൽ തന്നെ നിങ്ങൾക്ക് 482 186 അതിൽ ചെയ്തു തരും. അപ്പോൾ ഏതാണോ ആദ്യം വരുന്ന വിസ നിങ്ങൾക്ക് അനുകൂലമായിട്ട് അത് ചെയ്തു തരുകയും ചെയ്യും. 482 ശേഷം ഇവിടെ വന്നിട്ട് 186 പോകുമ്പോഴോ അല്ലെങ്കിൽ അതിനുശേഷം 189 ഇടണമെന്നുണ്ടെങ്കിലും വി ഓൾസോ ഓഫർ യു എ കൺസെഷണൽ റേറ്റ് ഫോർ ദാറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം മുതലേ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് നമ്മൾ ചെയ്യാം. അപ്പം ബേസിക്കലി ഇത്ര മാത്രമേ ഉള്ളൂ ആസ് എ നഴ്സസിനോടുള്ള എൻ്റെ അഡ്വൈസ്. ദെൻ വി വിൽ ലുക്ക് ഇൻ ടു ദ കേസസ്, ലൈക്ക് എങ്ങനെയാണ് അസസ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അസീസ് വിൽ എക്സ്പ്ലെയിൻ ടു യു. Hi, Matthews. Sorry, I just want to add a recent എന്താ പറയുന്ന ഒരു എക്സ്പീരിയൻസും കൂടി ജസ്റ്റ് ഞാൻ ആഡ് ചെയ്യാണ്. അപ്പം whenever you are coming here with 482, in case normally ഈ 482 186 എന്ന് ഞാൻ പറയുന്നില്ല, സ്റ്റിൽ 482 പെർട്ടിക്കുലർലി വരുമ്പോൾ you have a obligation അല്ലെങ്കിൽ വിസയിൽ പെർട്ടിക്കുലർ കണ്ടീഷൻസ് ഉണ്ട് that clearly says that you have to work with that particular employer. ആ ഒരു എംപ്ലോയറിൻ്റെ അടുത്ത് തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ടാവും. അപ്പം ഇൻ കേസ് നമ്മൾ ഇപ്പം ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വരുവാണെങ്കിൽ വന്നിട്ട് ഇൻ കേസ് ഇഫ് യു കനോട്ട് വർക്ക് വിത്ത് ദം, ചിലപ്പോൾ ഒരൊറ്റ കമ്പനിയിൽ ഒതുങ്ങി കൂടുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരൊറ്റ ഹോസ്പിറ്റലിലാവുമ്പോഴേക്ക് ചിലപ്പോൾ ഏജ്ഡ് കെയറിലോട്ടൊക്കെ വരുന്ന നഴ്സസിനോട് ഞാൻ പറയാണ്, റീസെൻറ്റ് നമുക്ക് വന്നൊരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വരികയാണ്. അപ്പം ഇൻ കേസ് ഇഫ് യു ആർ ചേഞ്ചിങ് ദറ്റ് എംപ്ലോയർ ടു ദിൻ അതർ എംപ്ലോയർ, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ ഒരു നമ്മളോടൊന്നല്ല ആരോടായാലും ഒരു എക്സ്പെർട്ടൈസ് അഡ്വൈസ് എടുത്തിട്ട് കാര്യങ്ങൾ എടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ആർ നോട്ട് ബീൻ നോമിനേറ്റഡ് അഗെയിൻ വിത്തിൻ 180 days നിങ്ങൾ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്നത് ഇല്ലീഗലാവും. അപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്ന നഴ്സസിന് ഇത്തരത്തിലുള്ള ഒരു ചെറിയൊരു കൺസേൺസ് വന്നിട്ടുണ്ട്. വി ഹെൽപ്പ് ദം, ബട്ട് സ്റ്റിൽ വെനെവർ 482 കിട്ടുവാണെങ്കിൽ അത് ഒന്ന് സ്പെസിഫിക്കലി ഇഫ് ദർ ഇസ് എനി സർക്കംസ്റ്റാൻസസിൽ മാറ്റം വരാണ്, പെർട്ടിക്കുലർലി ദാറ്റ് യു ആർ ലീവിങ് ദറ്റ് എംപ്ലോയർ, അങ്ങനെ വരുമ്പോഴേക്ക് ആൾവേസ് ഫീൽ ഫ്രീ ടു ഹാവ് എൻ അഡ്വൈസ് വിത്ത് എനി മാര, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്വൈസ് ചോദിച്ചിട്ട് പ്ലാൻ ചെയ്യണം പെർട്ടിക്കുലർലി, ഓർ എൽസ് ഇറ്റ് വിൽ ബി എ ലിറ്റിൽ സ്ട്രഗിൾ ആവാം. പിന്നീട് വീണ്ടും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾ നിങ്ങളെ നോമിനേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ വില്ലിങ് അല്ലെങ്കിൽ വേറൊരാളിനെ നോക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ചെറിയ സ്ട്രഗിൾസും ചിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇഫ് എനിവൺ ഈസ് ലുക്കിംഗ് ഫോർ 482 അല്ലെങ്കിൽ കിട്ടുവാണെങ്കിൽ പാരലലി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റും കാര്യങ്ങളിനെ അറ്റ്ലീസ്റ്റ് ലൈവാക്കി വെക്കാം, അൺലെസ് അൻറ്റിൽ യു ഗെറ്റ് എ 186. അപ്പം അത്തരത്തിലുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഗുഡ്. എനിഹൗ, താങ്ക്സ് മാത്യൂസ്. ജസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മളിപ്പം ഒരു നേഴ്സായിട്ട് ഓസ്ട്രേലിയയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾക്കൊരു ആഫ്ര ആയിരിക്കും. അപ്പം ആഫ്ര രജിസ്ട്രേഷൻ ക്യാൻ ബി ഒപ്റ്റൈൻഡ് ഇൻ എ ഡിഫറെൻറ്റ് പാത്വേസിലാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും GCC കൺട്രീസിലുള്ളവരാണെന്നാണെങ്കിൽ വി ഹാവ് എ ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. ദി
വി ക്യാൻ ജസ്റ്റ് ഗോ വിത്ത് ഓസ്കി. അപ്പോൾ നമ്മൾ പറയുന്ന ഓസ്കി എന്ന് പറയുമ്പോഴേക്കാണ് ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. എൻക്ലെക്സ് ആർ അല്ലെങ്കിൽ ഓസ്കി എന്നൊക്കെ പറയുമ്പോഴേക്കാണ് നമ്മൾ കുറച്ചും കൂടി ഫെമിലിയർ ആവുന്നത്. അപ്പോൾ പൊതുവേ നമ്മളുടെ നാട്ടിലെ ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ നഴ്സിംഗോ അതേപോലെ തന്നെ ഒക്കെ ഉള്ള ഒരാളെന്നാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓസ്കി അല്ലെങ്കിൽ എൻക്ലെക്സ് ആർ എന്ന് പറയുന്ന ഒരു പാത്വേ ആയിരിക്കും ആഫ്റ്റർ രജിസ്ട്രേഷനിലോട്ട് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് കിട്ടാന്നുള്ളത്. അപ്പോൾ എൻക്ലെക്സ് ആർ എന്ന് പറയുന്ന ഒരു എക്സാം നമ്മൾ എഴുതണം. അതിൻ്റെ മുമ്പ് നമ്മളുടെ ഒരു ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം. എൻക്ലെക്സ് ആർ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഓസ്ട്രേലിയയിലോട്ട് വരണം. ഓസ്ട്രേലിയയിലോട്ട് വന്നിട്ട് ഓസ്കി എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. ആ എക്സാം എഴുതി ജയിച്ചാൽ മാത്രമേ നമുക്ക് ആഫ്ര കിട്ടുള്ളൂ. അങ്ങനെയാണ് ഇപ്പം നമുക്കൊരു പാത്വേ എന്ന് പറയുന്നത് GCC കൺട്രീസിലുള്ളവർക്ക് അവൈലബിൾ ആവാം. അല്ലെങ്കിൽ ദർ ഇസ് എൻ ഓപ്ഷൻ വേർ യു ക്യാൻ ഡു ദീസ് തിങ്സ് വിത്ത് ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡ് ആയാലും ഇപ്പോൾ ഉള്ളവർക്ക് ക്യാപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഇല്ല. അവിടെയും ഇതേപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവും. ആ എക്സാം കഴിഞ്ഞിട്ട് ഒരു പക്ഷേ നമുക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടുവാണെങ്കിൽ ന്യൂസിലാൻഡ് രജിസ്ട്രേഷനെ നമുക്ക് ആഫ്റ്റർ രജിസ്ട്രേഷനായിട്ട് TTMR എന്ന് പറയുന്ന പാത്വേയിൽ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഈ 2 വഴികളാണ് ഇപ്പോൾ നിലവിൽ ആഫ്ര ഇല്ലാതെ GCC കൺട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാവാനുള്ള വഴിയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വാട്ട് വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ആഫ്ര ആണ്. അപ്പം ആഫ്ര നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബീയിങ് എ നേഴ്സായിട്ട് സ്കിൽസ് അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പൊതുവെ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ഒരാൾ ആണ് ഓസ്ട്രേലിയയിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ഒരാൾ വരുന്നതെങ്കിൽ അവർക്കൊക്കെ നേരെ സ്കിൽസ് അസസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നത് ആഫ്ര ആണ്. അപ്പോൾ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ദി സ്കിൽസ് അസസ്മെൻറ്റ് രജിസ്ട്രേഷൻ വിത്ത് ആഫ്ര രജിസ്ട്രേഷൻ കിട്ടുവാണെങ്കിൽ വാലിഡ് ആഫ്ര ഉള്ള സമയത്ത് യു ക്യാൻ ഡു ദി ആൻമാക് അസസ്മെൻറ്റ്. ആൻമാക് എന്ന് പറയുന്ന അതോറിറ്റിയാണ് നമുക്ക് നേഴ്സസിന് സ്കിൽസ് അസസ്മെൻറ്റ് ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പം ഇവിടെയും വേറെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. മിക്ക ആൾക്കാർക്ക് വരുന്ന ചോദ്യമായിരിക്കും, നമ്മളിപ്പോൾ നേഴ്സ് എന്ന് പറയുമ്പോഴേക്കും നാട്ടിൽ ചിലപ്പോൾ നമ്മൾ മെഡിക്കൽ വാർഡിൽ വർക്ക് ചെയ്തവരായിരിക്കാം, അല്ലെങ്കിൽ GCCയിലോട്ട് വന്നപ്പോൾ നമ്മൾ ചിലപ്പോൾ ക്രിട്ടിക്കൽ വാർഡിലോട്ട് മൂവ് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം പെർട്ടിക്കുലർലി നമുക്ക് ഏത് വാർഡായാലും പോലും നമുക്ക് ഇതെല്ലാതും നേഴ്സ് എന്ന ഒരു ടൈറ്റലിന് അണ്ടറിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പോയിന്റ്സ് ഒന്നും ക്ലെയിം ചെയ്യാനൊന്നും ബുദ്ധിമുട്ടാവാറില്ല. മിക്ക ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ എല്ലാ എടുത്ത പോയിന്റ്സ് നമ്മൾ ക്ലെയിം ചെയ്യണമെങ്കിൽ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക, അത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇതില്ലെങ്കിൽ വാലിഡ് രജിസ്ട്രേഷനോട് കൂടിയുള്ള എക്സ്പീരിയൻസ് ആണെന്നുള്ളത് മാത്രം ഉറപ്പിക്കുക. കാരണം വെച്ചാൽ ചില ആൾക്കാരൊക്കെ ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. ചിലപ്പോൾ ഖത്തറിലോട്ടോ അല്ലെങ്കിൽ സൗദിയിലോട്ടൊക്കെ വന്നിട്ട് ചിലപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത് രജിസ്ട്രേഷൻ കിട്ടുന്നതിൻ്റെ മുമ്പ് 4-5 കൊല്ലമൊക്കെ വർക്ക് ചെയ്യും. സോ ഡെഫിനറ്റ്ലി അവർ നേഴ്സ് നാട്ടിലായിരിക്കും, പക്ഷേ സൗദിയിൽ എന്ത് ചെയ്യില്ല, വാലിഡ് രജിസ്ട്രേഷൻ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു എക്സ്പീരിയൻസിന് ഇവർക്ക് രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒറ്റയടിക്ക് ഇതിനെക്കുറിച്ചൊരു ശ്രദ്ധിക്കേണ്ട ഏരിയകളും കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും സ്കിൽസ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻമാക് പെർട്ടിക്കുലർലി ആഫ്ര കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസിനെ മാത്രമേ നോക്കത്തുള്ളൂ. എവിടെയൊക്കെയാണോ നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്തത് അവിടുത്തെ എല്ലാ എക്സ്പീരിയൻസും നമുക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആൻമാക് അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇപ്പോൾ ഒരാൾക്ക് എക്സ്പീരിയൻസ് കുറവാണെങ്കിലും ആൻമാക് ചെയ്യാൻ പറ്റും. എവിടെയും ആൻമാക് എന്തെന്ന് അറിയുന്നില്ല, 3 കൊല്ലത്തെ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ എക്സ്പീരിയൻസ് വേണം എന്നുള്ള സ്പെഷ്യൽ കണ്ടീഷൻസ് ഒന്നും ആൻമാക്കിലോട്ടില്ല. ആകെ വേണ്ടത് വാലിഡ് ആഫ്ര രജിസ്ട്രേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മാത്യൂസ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് ഔട്ട്കം കിട്ടി കഴിഞ്ഞാൽ ആൻമാക് യൂഷ്വലി വാലിഡ് അപ് ടു 2 years ആണ്. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് ഇൻവിറ്റേഷൻസ് കിട്ടുവാണെങ്കിൽ ഓക്കെയാണ്. അപ്പം അതേ സമയത്ത് ഇതിൻ്റെ ഇടയിൽ ചിലപ്പം എന്താ പറയുക, നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു അപ്ലൈഡ് ആസ് എ ക്രിട്ടിക്കൽ നേഴ്സായിട്ടാണ് നിങ്ങൾക്ക് ഔട്ട്കം കിട്ടുന്നത് എന്ന്, പക്ഷേ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ചിലപ്പോൾ ഏതെങ്കിലും ഒരു എംപ്ലോയർ പെർട്ടിക്കുലർലി നിങ്ങളുടെ 186 തരുവാണെന്ന് വിചാരിക്കുക. പക്ഷെ അവർ ചിലപ്പോൾ മെഡിക്കൽ നേഴ്സിനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസും കൂടി ഉണ്ടെങ്കിൽ ആൻമാക്കിനോട് ഈ കാണുന്ന ഔട്ട്കമ്മിനെ റീഇഷ്യൂ ചെയ്തിട്ട് ആ ഒരു കോഡിലും വാങ്ങിക്കാൻ പറ്റും. അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം മൾട്ടിപ്പിൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് നമുക്ക് ആൻമാക് ഔട്ട്കം ഈ 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങാനും പറ്റും. ഇനി വാലിഡ് സ്കിൽസ് അസസ്മെൻറ്റ് ഉണ്ടായാൽ നിങ്ങൾക്ക് വാലിഡ് ഇംഗ്ലീഷ് സ്കോർ ആഫ്ര എടുക്കുന്ന ഒരാളാണെങ്കിൽ ഉണ്ടാവും. അതല്ല ആഫ്ര TTMR, അതായത് ന്യൂസിലാൻഡ് പാത്വേയിൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ വാലിഡ് ഇംഗ്ലീഷ് സ്കോർ ഉണ്ടാവണം.
എന്നില്ല. അങ്ങനെ ഇല്ല എന്നാണെങ്കിൽ നമ്മൾക്ക് പിന്നീട് വാലിഡ് ഇംഗ്ലീഷ് സ്കോറും കൂടി എഴുതിയിട്ട് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യും. പിന്നെ മാത്യൂസ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പോയിന്റ്സ് ആണ് പിന്നെ നമുക്ക് കാൽക്കുലേഷൻസിലോട്ട് വരുന്നത്. പിന്നെ വി ഹാവ് ടു കൺസിഡർ ഈച്ച് ഓഫ് ദി സ്റ്റേറ്റ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റിലോട്ട് നമ്മൾ പരമാവധി പോയിന്റ്സ് കൂട്ടി എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദി ഇൻവിറ്റേഷൻ. പിന്നെ അവിടുന്ന് ഇപ്പോൾ മാത്യൂസ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇൻവിറ്റേഷൻസിൽ കിട്ടിക്കഴിഞ്ഞാൽ നോർമലി 60 ദിവസം ഉണ്ടാവും. 60 ദിവസത്തിൻ്റെ ഉള്ളിൽ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാം. വിസ കിട്ടിക്കഴിഞ്ഞാൽ യു ഹാവ് ടു ട്രാവൽ ടു ഓസ്ട്രേലിയ വിത്തിൻ 1 ഇയർ. ആ ഒരു ട്യൂണാണ് പോകുന്നത്. ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വി ആർ മോർ ദൻ ഹാപ്പി ടു ആൻസർ യു. കാരണം വെച്ചാൽ മിക്ക നേഴ്സസും ഏറെക്കുറെ ഈ ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ all of you might be aware about how the process goes. അപ്പം എന്തെങ്കിലും സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ we appreciate that we could answer you here itself. അതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ഓക്കെ, എൻ്റെ എന്തോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. So Samuel asking, hope you're doing good. His wife who is registered as a critical care, currently 60 points including my 10 points, trying to get proficient score. Total when then 70 possible to get an invitation with the score. Okay. If we are in my foreign, it's mandatory for all family members to live in region like that. Okay. So yes, 491 എല്ലാ ഫാമിലി മെമ്പറും റീജിയനിലായിരിക്കണം. അതിൻ്റെ അകത്ത് ഒരു മാറ്റവും ഇല്ല. കുട്ടികളും റീജിയനിൽ പഠിക്കണം. ഈ റീജിയനിൽ പഠിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഈ ഗോൾഡ് കോസ്റ്റ്, സൺഷൈൻ കോസ്റ്റ് എല്ലാം തന്നെ റീജിയനിലാണ്. നിങ്ങൾ ഏത് സ്റ്റേറ്റിലും അവരുടെ മെയിൻ സിറ്റീസ് എല്ലാം തന്നെ റീജിയനിൽ. ക്യാപിറ്റൽ ആ ഒരു ഇപ്പം സിഡ്നിയിലാണെങ്കിൽ സിഡ്നി, ന്യൂ സൗത്ത് വെയിൽസ് സിഡ്നി, പിന്നെ മെൽബണും വിക്ടോറിയയിൽ മെൽബൺ, അതേപോലെ തന്നെ ക്വീൻസ്ലാൻഡിൽ ക്വീൻസ്ലാൻഡിൽ ബ്രിസ്ബൻ, ഇതൊഴികെ ബ്രിസ്ബൻ. എല്ലാം തന്നെ റീജിയനിലാണ്. പെർത്ത് ക്യാപിറ്റൽ സിറ്റിയാണ്, അത് റീജിയനിലാണ്. ഡാർവിൻ ക്യാപിറ്റൽ സിറ്റിയാണ്, അഡലൈഡ്. റീജിയനാണ്. അഡ്ലേഡ് ക്യാപിറ്റൽ സിറ്റിയാണ്, റീജിയനിലാണ്. ഓസ്ട്രേലിയയുടെ ക്യാപിറ്റലായ ഓസ്ട്രേലിയൻ ACT കാൻബ്ര റീജിയനിലാണ്. അപ്പോൾ അവർ റീജിയണൽ കാൽക്കുലേഷൻ ബേസ്ഡ് ഓൺ ദ പോപ്പുലേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പേടിക്കേണ്ട. ലൈക്ക് റീജിയണൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള റീജിയനിലല്ല ഓസ്ട്രേലിയൻ കോൺസെപ്റ്റിൽ. അത് ബേസ്ഡ് ഓൺ ദ പോപ്പുലേഷൻ ആണ്. പിന്നെ പ്രൈമറി ആപ്ലിക്കൻറ്റ് മീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സെക്കൻഡറി ആപ്ലിക്കൻറ്റ് മീറ്റ് ചെയ്താലും നമുക്ക് 191 അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്ക് ഓപ്പൺ ആക്കി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഹാപ്പി ടു ഹെൽപ്പ്. ഓർ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇടാൻ സാധിക്കും. മൈക്ക് ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്താൽ മതി. അൺമ്യൂട്ട് ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് അൺമ്യൂട്ട് ചെയ്ത് യു ക്യാൻ ആസ്ക് ദ ക്വസ്റ്റ്യൻ. Hello. Yes. Betsy. Yes, Betsy. ചോദിച്ചോ. See, I did MSc nurse practitioner course from India. Is it valid there in Australia? ബെറ്റ്സിക്ക് ഇതുണ്ടോ? ബെറ്റ്സി, you got APRA or? Yes, I have that MSc certification, nurse practitioner. Whether it is valid there in Australia? Do you already have an APRA registration on ANMAC? No, I don't have. You also have a bachelor's degree. Okay, Yeah. Besti, can I After ask you that- in a simple way? Besti, have you ever started any sort of process with your Australian nursing registration, or you are just planning for? No, I registered. I already You are registered. you have a APRA. Yeah, that means I started registration, but I didn't go through any examination. But you have a valid APRA registration now, Yeah. or not? ബെറ്റ്സിക്ക് Okay. APRA ഉണ്ട്. APRA കിട്ടിയായിരുന്നോ? ഇല്ല അസീസ് ഇല്ല കേട്ടോ. അഫ്ര ഇല്ല, ജസ്റ്റ് എൻക്വയറി ആണ്. മീൻസ് Okay, that's fine. ആണ് Okay, so the question I can answer you, Bestie. So the thing is that if you have a valid MSc in nursing practitioner back in India, and if it is been UGC recognized, definitely you will be considered as you have a master's degree equivalent to Australia. There is no concerns about it. പക്ഷേ if you still wanted to particularly evaluate it, what the point you will be getting it, നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ഏത് യൂണിവേഴ്സിറ്റി ആണെന്ന് നോക്കിയിട്ട് we can give an answer as well. So normally the Indian UGC recognized master's degree, most of their well-recognized university will be considered as an equivalent to a master's degree in Australia. Master's degree ആയിട്ട് തന്നെ പരിഗണിക്കാറുണ്ട് കേട്ടോ.
Okay, and of course, I'm currently pursuing my PhD as well from UGC recognized university from India. But it will finish in 2 years. Okay. So after this only, I need to write the exam, or how it would work. No, if you have a minimum bachelor's degree in nursing, you can start your registration. You need not to have a master's or a PhD degree to start with your registration with AFRA. If you have at least bachelor's degree, you can start with your registration. But after the exam, later on, is it they will consider this degree as well in future? Like, Definitely. If your master's or a PhD is normally well recognized with the base of the TCC from well recognized university, it will be considered in Australia as well. okay, thank you. Sure. Thank you, Bestie. Thank you, Bestie. Next, Samuel. Yes, Samuel. Matthias. സാമുവൽ Yeah, കേൾക്കാം. മുമ്പേ ഞാനായിരുന്നു അത്. എൻ്റെ പേര് സാമുവൽ ആണ്. മുമ്പേ ഞാനായിരുന്നു മെസ്സേജ് ചെയ്തിരുന്നത്. അപ്പോൾ Yes. മാത്യൂസ് എക്സ്പ്ലെയിൻ ചെയ്തു 491 കണ്ടീഷൻ്റെ. അതിൻ്റെ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഐദർ സെക്കൻഡറി ഓർ പ്രൈമറി ആപ്ലിക്കൻറ്റ് എനിവൺ ക്യാൻ മീറ്റ് ദ വിസ കണ്ടീഷൻ. സോ അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പം മെയിൻ ആപ്ലിക്കൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി ആപ്ലിക്കൻറ്റ് അവിടെ നിന്നുകൊണ്ട് ഈ 3 year വിസ കണ്ടീഷൻ മീറ്റ് ചെയ്താൽ നമ്മുടെ എൻ്റെ ഫാമിലിക്ക് 191 എന്നുള്ള ഓപ്ഷൻ കിട്ടുമോ? അതോ ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഇപ്പോൾ 4 അല്ലെങ്കിൽ 5 ആൾക്കാരുണ്ടെങ്കിൽ അവർ 5 പേരും ആ വിസ കണ്ടീഷൻ ഫുള്ള് മീറ്റ് ചെയ്യണോ? ഇല്ല, 5 പേരല്ല, ആരെങ്കിലും ഒരാൾ മീറ്റ് ചെയ്താലും മതി സാമുവൽ. ഇപ്പൊ ശരിക്കും ഫോർ എക്സാമ്പിൾ സാമുവൽ ആണ് മെയിൻ അപ്ലിക്കന്റ്, പക്ഷേ സാമുവലിന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ നിന്നു. പക്ഷെ വൈഫ് ഇവിടെ വന്ന് 3 കൊല്ലത്തെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്തു. അപ്പോൾ വൈഫ് ഈസ് എലിജിബിൾ ടു അപ്ലൈ ഫോർ 191. പക്ഷേ വൈഫിന്റെ ഫാമിലി മെമ്പേഴ്സിനെ അപ്പൊ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഇൻ കേസ് ഇത് മറിച്ചായാലും പ്രശ്നമല്ല. കാരണം വെച്ചാൽ ഇതിൽ ഒരു കേസേ ആരെങ്കിലും ഒരു ഉള്ളൂ. അപ്ലിക്കന്റ് ഈ 191ന്റെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഫാമിലി മെമ്പേഴ്സിനെ ഇപ്പൊ എങ്ങനെയാണ് ആഡ് ചെയ്തത് അതേപോലെ തന്നെ ആഡ് ചെയ്യുക. അല്ലാതെ അത് പ്രൈമറി അപ്ലിക്കന്റ് തന്നെ ചെയ്യണമെന്നില്ല. അതേപോലെ തന്നെ ആഡ് ആവുന്ന ഡിപ്പെൻഡൻസ് എല്ലാവരും ഈ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യണമെന്നുമില്ല. ദേ ഷുഡ് ബി യുവർ ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും 491 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ബാധകമാണോ? അല്ല, ഫാമിലി ഇപ്പൊ ഫോർ എക്സാമ്പിൾ സാമുവലിന്റെ വൈഫ് വിത്ത് 3 kids, ഓക്കെ, 5 പേരെന്ന് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, നമുക്ക് എല്ലാവർക്കും 491 വിസ കിട്ടി. ഓക്കെ, അപ്പം സാമുവൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ 491 191 മീറ്റ് ചെയ്യുന്ന റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നുള്ളൂ. അതായത് 3 കൊല്ലം റീജിയണൽ ഏരിയയിൽ താമസിക്കുകയും പിന്നെ അതേപോലെ തന്നെ 3 കൊല്ലത്തെ ടാക്സ് അസസ്മെന്റ് നടത്തുന്നത് സാമുവൽ ഒറ്റക്കാണ്. സാമുവൽ സെക്കൻഡറി അപ്ലിക്കന്റും ആണ്. സാമുവലിന്റെ വൈഫ് ആയിരുന്നു 491 മെയിൻ അപ്ലിക്കന്റ്. ഈ ഒരു സിനാരിയോയിൽ വെച്ചിട്ട് സാമുവൽ 191 അപ്ലൈ ചെയ്യുന്ന സമയത്ത് സാമുവലിന്റെ പിള്ളേരും അതേപോലെ തന്നെ പ്രൈമറി അപ്ലിക്കന്റ് ആയിട്ടുള്ള വൈഫും സാമുവലിനെ പോലെ 3 കൊല്ലം ഓസ്ട്രേലിയയിൽ നിന്നില്ല എങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. സാമുവൽ മാത്രമേ 191 എലിജിബിൾ ആവുകയാണെങ്കിൽ സാമുവലിന്റെ ഫാമിലി മെമ്പേഴ്സ് ക്യാൻ ബി ആഡഡ് ഡ്യൂറിംഗ് ദി 191 റിഗാർഡ്ലെസ് വെദർ ദേ വെർ മെറ്റ് ദി റിക്വയർമെന്റ് ഓർ നോട്ട്. ഒരാൾ മീറ്റ് ചെയ്താൽ മതി കേട്ടോ. അയാൾ പ്രൈമറി അപ്ലിക്കന്റ് ആവണം എന്നുമില്ല. വെൽ എക്സ്പ്ലെയിൻ. താങ്ക് യു. ഒരു താങ്ക് യു. കാര്യം well ആഡ് explained. ചെയ്യുന്നുണ്ട്. Understood. അത് Understood. ഓപ്ഷോർ ആയിരിക്കണം. ഓസ്ട്രേലിയയുടെ വേറെ സ്റ്റേറ്റിൽ നിൽക്കാൻ പാടില്ല. അത്ര ദാറ്റ്സ് ഓക്കെ. മീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. Got it. Well understood. Yes. താങ്ക്സ് സാമുവൽ. Thank you, Samuel. Sorry to intervene. Could you please explain regarding this 190, 189, 190 and 491 visa a little bit? Aziz, More in can you Okay. take this? Yes. So Geeta, 189, this all visas is a point-based visas, Geeta. So 189, you don't get additional point from state or territory because it's given directly by the Commonwealth of Australia. So you should come with independently 65 points. Whereas 190 is also similar visa, PR, but you have an obligation to the sponsoring state for 2 years. Therefore, they will give you extra 5 points. So if you have independent 60 points, the state will give you 5 points. Therefore, you meet the 65 points. The 491, as I said, it is a regional visa, except Brisbane, Sydney, and Melbourne. Any regional towns or cities or state or territories can invite you. And you need to come with 50 points. The state will give you 15 points. Therefore, you meet the 65 points. Thank you. Yes. Libin Berkey, you had a Yes, sir. question? Yes, sir.
ചോദിച്ചോളൂ ഇപ്പൊ ചോദിച്ചോളൂ. ആക്ച്വലി പറയണം. PR വിസയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇപ്പം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരു ഡൗട്ട് ഉള്ളത് ഈ 482 186 ഇപ്പം ഇൻ കേസ് നമുക്ക് 482 ഇപ്പം ലാസ്റ്റ് 5 ഇയേഴ്സിനുള്ളിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഇപ്പം റീസെന്റ് മീറ്റ് ചെയ്യണമെന്ന് റിക്വയർമെന്റ് ഉണ്ടല്ലോ. Yeah, ഉറപ്പായിട്ടും. 186 ആകുമ്പോൾ നമുക്ക് ലാസ്റ്റ് 5 ഇയേഴ്സിനുള്ളിൽ 3 ഇയേഴ്സ് മീറ്റ് ചെയ്യണമെന്നുണ്ടോ അതോ ഈ നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് 3 ഇയേഴ്സ് മീറ്റ് ചെയ്താൽ മതിയോ? 186 normally they are not specified according to the legislative requirements അടിസ്ഥാനത്തിൽ ഇത് ഇത്ര കൊല്ലത്തിന്റെ ഉള്ളിലുള്ള 3 കൊല്ലം എന്ന് പറയുന്നില്ല. പക്ഷേ ഓക്കെ അത് നമ്മുടെ നാട്ടിലായാലും ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നേഴ്സായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഷുഡ് ബി രജിസ്റ്റേർഡ് നേഴ്സായിട്ട് തന്നെ ആയിരിക്കണം. മനസ്സിലായോ? അപ്പം അതാണ് നമ്മൾ ഓക്കെ പെർട്ടിക്കുലർലി നോക്കേണ്ടത്. പിന്നെ രണ്ടാമത്തത്, ഇപ്പം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ EO ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 20 മണിക്കൂറിലധികം ഉള്ള വർക്ക് എക്സ്പീരിയൻസിനെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നാട്ടിൽ ഇപ്പം നമ്മൾ ഒരു ഓക്കെ 25 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തു, എന്നാലും നമുക്ക് EOയിൽ അതിന് 1 കൊല്ലം ആകുമ്പോഴേക്കും 3 കൊല്ലം ആകുമ്പോഴേക്കൊക്കെ പോയിന്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ പക്ഷേ ഓക്കെ നമ്മൾ ഈ 3 ഇയേഴ്സ് എന്നുള്ളത് നമുക്ക് ഒരു ആഴ്ചക്ക് 38 hours വർക്ക് എക്സ്പീരിയൻസിനെ മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതിൽ കുറഞ്ഞ എക്സ്പീരിയൻസ് ഒരാഴ്ച, അത് മന്ത്ലി 38 hours per week എങ്കിലും വേണം. ഓക്കെ അങ്ങനത്തെ 3 ഓക്കെ കൊല്ലങ്ങളായിരിക്കണം. അതാ ഞാൻ ഓക്കെ സ്പെസിഫിക്കലി പറയുന്നത്. മനസ്സിലായോ? ഓക്കെ സാർ അല്ലെങ്കിൽ അതിന് ഓക്കെ മനസ്സിലായി. ഈക്വലന്റ് ആയിട്ടുള്ള പാർട്ട് ടൈം വേണ്ടി വരും. അത് ഒന്നും കൂടി ഞാൻ സ്ട്രെസ് ചെയ്യാണ്. പക്ഷെ ഈ ഒരു റിക്വയർമെന്റ്സ് അല്ല നമുക്ക് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ പോയിന്റ്സ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് നമുക്ക് 20 മണിക്കൂറിലധികമുള്ള എല്ലാ എക്സ്പീരിയൻസിനെയും പോയിന്റ്സ് ക്ലെയിം ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ യൂസ് ചെയ്യാം 186ഉം 482ൽ പറയുന്ന വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഷുഡ് ബി 38 hours. അതാണ് ഓസ്ട്രേലിയയിലൂടെ ഫുൾ ടൈം എന്ന് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഓക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാവാത്തത് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ ഫൈൻ സാർ ഓക്കെ താങ്ക് യു സാർ താങ്ക് ഷുവർ. One more doubt, actually, regarding the part-time job. See, I am affiliated to 2-3 in training institute, and I'm working as a part-time ACLS BLS instructor. So could it be considered as an experience? If it is relevant and if you've been working at least more than 20 hours in one of the institute, that will be considered as a relevant experience in your expression of interest, Bestie. Okay, thank you. You're welcome. Yes. Next question, please. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാമേ, അല്ലെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സ് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും യു ക്യാൻ യൂസ് ഇറ്റ് ടു ആസ്ക് ദ ക്വസ്റ്റ്യൻ. This part-time job, multiple institute works. It's okay? Yes. Once in a time? But അസിസ് പറഞ്ഞ പോലെ 20 hours ഉണ്ടായിരിക്കണം ബൈ ദ വീക്കിലി. 2 പാർട്ട് ടൈം മിക്സ് ചെയ്യാം. Okay. Sorry to intervene. Actually, the chat box has been disabled. We couldn't type. No problem. We will I enable think it. I will just yeah, chat box is disabled, I believe. we will enable it now. We'll enable it. Samuel, any questions undo? You can ask here as well. Hello, good Again, evening. again, Yes. you're asking me? Yeah, you can ask. Hello. What's your good name? Sorry, the Zoom user. No, I was just telling that this chat box was Yeah, sure, disabled. it's enabled. It's enabled. We are enabling it. Yeah. Sorry, we missed someone's conversation. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു, ഞങ്ങൾ തുടങ്ങിയായിരുന്നു, കേട്ടായിരുന്നു. ആരോ എന്നോട് ഇടയ്ക്കൊന്ന് സംസാരിച്ചായിരുന്നു, വിട്ടുപോയി. Chat box active ആയോ എന്ന് നോക്കാമോ നിങ്ങൾ? For us it's showing it's active.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ഓപ്പൺ ആക്കി ചെയ്തോ, അല്ലെങ്കിൽ മൈക്ക് ഓപ്പൺ ആക്കി ചോദിച്ചോ കേട്ടോ. Any language is fine. We can answer in your language, like English. Asis can speak Hindi. Then, yeah. Mic disabled. Mic disabled now. Yep, chat is active. Yeah. Chat is active, mic is active, everything is open right now. Right. Yes, Samuel. Yeah, it's open right now. Yeah. That's Okay. what just I want to tell you. Okay, we have a question. Yeah, Matthews, how Mathis, just long one the more OSCE thing is during our valid? last discussion. Yeah, go for Samuel. Samuel, go ahead. Yeah. Just to continue our last discussion, നമ്മൾ പറഞ്ഞില്ലേ, they can be in offshore. But is it a problem that if we make an intermediate or intermittent visit to Australia, that doesn't matter, right? Be holding in 491. Yeah. Okay. Sure. Just a second, Matthews. I will just come to that. Okay. ഓക്കെ, സാമുവലിന്റെ ചോദ്യം ഞാനൊന്നും കൂടി ക്ലിയർ ചെയ്യാം. അത് ഇവർ ഇടയ്ക്ക് ഓസ്ട്രേലിയയിൽ വന്നോണ്ട് പോയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് തെറ്റുണ്ടോന്നല്ലേ? Yes, exactly. നോ, പക്ഷേ ഇവരുള്ള സമയത്ത് ഓസ്ട്രേലിയയിൽ Regional ആവുന്ന area സമയത്ത് ഇവർ റീജിയണൽ ഏരിയയിലായിരിക്കണം. അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. Fine. Okay, when they are in Australia, they should be in regional area. അതായത് ഇപ്പൊ ഒരു 6 മാസം വന്നിട്ട് ഇവര് കംപ്ലീറ്റ്ലി സിഡ്നിയിൽ 6 മാസം നിൽക്കുക, നിങ്ങൾ മാത്രം മറ്റൊരു ഏരിയയിൽ നിൽക്കുകയാണെങ്കിൽ ദാറ്റ് മേ കൺസിഡർ ആസ് എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. അവർ ജോലി ചെയ്തില്ലെങ്കിൽ അങ്ങനെ ആവും. പക്ഷെ ഇവരുള്ള സമയത്ത് എന്ത് ചെയ്യാം, ചെറിയ വിസിറ്റ് അല്ലാതെ സ്റ്റേ ലോnger പീരീഡ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും റീജിയണൽ ഓസ്ട്രേലിയയിൽ തന്നെ ആയിരിക്കാം. വെൻ ദേ ആർ ഇൻ ഓസ്ട്രേലിയ. അത്രേ ഉള്ളൂ. Yeah. Got it. Thank you. Australia, how long the OSCE is valid? Australia OSCE generally valid for 5 years from the examination result വരുന്നോണം മുതൽ. So Australia 5 years. So Australia, New Zealand 5 years of validity. Best is asking what all credentials required for providing job experience as part-time. So Australia requires the payslip. Paid employment, it has to be paid employment, and this then if you got paid in bank, then bank statement, salary slip, or then on top of that experience certificate. അത്രയും കാര്യങ്ങൾ വേണം. Any questions left in the chat? Any other questions? നിങ്ങൾ എന്ത് ചോദ്യങ്ങളായിക്കോട്ടെ ചോദിക്കാട്ടോ, അൺമ്യൂട്ട് ചെയ്തിട്ട്. Last 5 minutes. 491 3 years time, main applicant will talk annual vacation. അത് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ നാട്ടിലേക്ക് വന്നു പോകുന്നത് കൊണ്ട് there will be a no issue. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ കൊല്ലവും 90 ഡേയ്സിലധികം ഒക്കെ ആബ്സെൻസ് ആണെന്നാണെങ്കിൽ they may ask for the reason why it is. അങ്ങനെ ചിലപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. അല്ലാതെ ചെറിയ വിസിറ്റും കാര്യങ്ങളൊന്നും പ്രശ്നമല്ല. പെർട്ടിക്കുലർലി നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കൊല്ലത്തെ ടാക്സ് അസസ്മെന്റ് നോട്ടീസ്, അതായത് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുകയും അതേപോലെ തന്നെ അതിന്റെ ടാക്സ് അടിച്ചു എന്നുള്ളത് കാണിക്കുന്നതിന്റെ 3 കൊല്ലത്തെ ടാക്സ് അസസ്മെന്റ് നോട്ടീസ് വേണം. പിന്നെ അതേപോലെ തന്നെ 3 കൊല്ലം ഇവിടെ താമസിച്ചു എന്നുള്ളത് കാണിക്കുക റീജിയണൽ ഏരിയയിൽ. അതിന്റെ ഇടയിൽ നാട്ടിലേക്ക് പോയി വരുന്നത് കൊണ്ട് തെറ്റില്ല കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ലാസ്റ്റ് 2 questions? Haneem Hashim ഒരു question ചോദിച്ചിട്ടുണ്ട്. Pharmacist migration to Pharmacist, Australia. അത് ഒത്തിരി ഇപ്പം ഇതിന്റെ കോൺവെർസേഷൻസ് നടക്കുന്ന. ഹനീൻ, കഴിഞ്ഞ അതിന്റെ വർഷത്തെ പോലെ എളുപ്പമല്ല. ദാറ്റ് ഈസ് ദ നേക്കഡ് ട്രൂത്ത്. അതാണ് അതിന്റെ സത്യം. ഹവർ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് റിപ്പോർട്ട്സ് ഉണ്ട്. സോ ദേ വിൽ ഗോ ഇൻ ടു 491. 190 ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻവൈറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. യു നീഡ് ടു ഫോക്കസ് മോർ ഇൻ ടു റീജിയണൽ. വി മേ സ്റ്റിൽ ഗെറ്റ് ഇൻവിറ്റേഷൻ ഫോർ ഫാർമസിസ്റ്റ്. റീജിയണലിൽ ഇപ്പോഴത്തെ ഷോർട്ടേജ് ലിസ്റ്റിൽ പല സ്റ്റേറ്റിന്റെ റീജിയനിൽ ഫാർമസിസ്റ്റ് ആർ ഇൻ സ്റ്റിൽ ഷോർട്ടേജ്. Any last question?
ഐ തിങ്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഇനി ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ. സോ Okay. ഓക്കെ, Yeah. കൺഫർമേഷൻ. ഓക്കെ. ദർ ആർ ലോട്ട് ഓഫ് Any ക്വസ്റ്റ്യൻ നൗ. ഓക്കെ. സോ 491 ചെയ്യുന്ന എല്ലാവർക്കും 100% ഗ്യാരണ്ടീഡ് ആണ് 191. അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. ഇത് ഓസ്ട്രേലിയയുടെ മൈഗ്രേഷൻ എന്ന് പറഞ്ഞ ഒരു ലോ ആണ്, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ ലോ. ആ ലോ തരുന്ന പ്രൊട്ടക്ഷൻ ആണ് 491 വന്നു കഴിഞ്ഞാൽ യു ആർ എലിജിബിൾ ഫോർ 191 as long as you meet the ക്രൈറ്റീരിയാസ് അതിലുണ്ടാവും. Irfan is asking, currently I'm working in Qatar, previously employed in KSA. What are the documents to be provided to claim experience? എക്സ്പീരിയൻസ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ കോൺട്രാക്ട് കൊടുക്കാം. അതിൻ്റെ അകത്ത് നിങ്ങളുടെ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ ഓഫർ ലെറ്ററിൻ്റെ അകത്ത് ജോബ് റോൾസ് ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഏറ്റവും അക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് അവിടെ തരുന്ന നമ്മുടെ എക്സ്പീരിയൻസ് ലെറ്ററാണ്. നമുക്ക് പലപ്പോഴും തരുന്ന പോലെ ഇവിടെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് ലെറ്റർ കിട്ടിയിട്ട് കാര്യമില്ല. ഓസ്ട്രേലിയക്ക് നിങ്ങളുടെ ജോബ് പെയ്ഡ് ആണെന്ന് അറിയണം. എത്ര അവേഴ്സ് നിങ്ങൾ ജോലി ചെയ്തു എന്ന് അതിൽ കാണിച്ചിരിക്കണം. ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ, പിന്നെ നിങ്ങളുടെ ജോബ് റോൾസും അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. അതിൽ 4-5 ജോബ് റോൾസും അങ്ങനെയുള്ള അതാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ബേസിക്കലി ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് എക്സ്പീരിയൻസ് ലെറ്റർ, പേ സ്ലിപ്പ് ഉണ്ടെങ്കിൽ പേ സ്ലിപ്പ്, ഇല്ലെങ്കിൽ ബാങ്കിൽ പൈസ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ പെയ്ഡ് എക്സ്പീരിയൻസ് ആയിരിക്കണം. അതിനുള്ളൊരു എവിഡൻസും പിന്നെ ഫർദറായിട്ട് കോൺട്രാക്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യും. ഓക്കെ, ഇനിയും വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഈ OET ചേഞ്ച് വന്നിട്ടില്ലേ റീസെന്റ്, അതിന്റെ ഒരു അപ്ഡേറ്റ് ഒന്ന് കൊടുക്കാമോ? ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അത് ക്ലബിംഗ് ഓപ്ഷൻസിൽ മെയിൻലി. Assis, you wanted to explain that? And Sumi, okay, so the thing is that the question might be saying that they got couple of score according to their last score. After OET ന്റെ കാര്യമല്ല ചോദിച്ചേ സുമി? അതെ OET എക്സാം, അതായത് August 7th മുമ്പ് കുറച്ച് മനസ്സിലായി. പക്ഷേ OET ക്ലബിംഗ് ഉണ്ടെങ്കിലും രണ്ടാമത്തേത് ക്ലബ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു പ്രോപ്പർ അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് നമുക്ക് തന്നിട്ടില്ല കേട്ടോ. ടു ബി ഓണസ്റ്റ് വിത്ത് യു, മൾട്ടിപ്പിൾ ആയിട്ട് ഇവരോട് ഇത് ചോദിച്ചിട്ടുണ്ട്. സോ നോർമലി OET 4 ക്ലബായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ പഴയതിന്റെ സ്കോറും പുതിയതിന്റെ സ്കോറും രണ്ടും കൂടിയിട്ട് ചെയ്തിട്ട് പോയിന്റ്സ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി വി സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ എ കൺഫർമേഷൻ ഫ്രം ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ്. പക്ഷേ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ സ്കോർ ഈ സ്കോറിനനുസരിച്ചിട്ടും പഴയതിനനുസരിച്ചിട്ടും ആണെന്നാണെങ്കിൽ ലോജിക്കലി ഇറ്റ് മീറ്റ് സെയിങ് ദാറ്റ് ദേ ആർ പ്രൊഫീഷ്യൻറ്റ്. അപ്പം 2 ബാൻഡ് ഇപ്പോഴത്തെ പ്രൊഫീഷ്യൻസിയും 2 ബാൻഡ് പഴയതിന്റെ പ്രൊഫീഷ്യൻസി ആണെന്നാണെങ്കിൽ it can be proven that they are proficient in that score. പക്ഷേ ഒഫീഷ്യൽ ആയിട്ട് ഇവരുടെ ഒരു കൺഫർമേഷൻ റൈറ്റിംഗിൽ കിട്ടാൻ we are still waiting കേട്ടോ. Even I do have the same question. Okay. Yeah, we still are waiting for the confirmation. So നമ്മളത് കൊടുത്തിട്ടുണ്ട്. അവർ അന്നേരം അത് പോളിസി ആക്കി കഴിഞ്ഞാൽ we will advise you that. Till today നമ്മൾ ആ റിസ്ക് എടുക്കുന്നില്ല, കാരണം even it is not part of policy now. Yeah, പോളിസിയിലായിട്ടില്ല. Okay, sure. Thank you. So I have 75 points for 189, 190 or 491. Which one will be the good option as per the current circumstances? 75 may still have chance for 189, but if you get 190, take it. That is the best option. You may get invited with the 190. Spouse skill assessment can be added. Okay. Engineering technologist, ഇർഫാൻ്റെ ഫാർമസിസ്റ്റ് അല്ല സ്കിൽ അസസ്മെൻറ്റ്. അതിൽ 189 എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ 190 നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. വൈഫിൻ്റെ ടെക്നോളജി സ്കിൽ അസസ്മെൻറ്റ് കൊണ്ട് മാത്രം പോയിന്റ് കിട്ടില്ല. പുള്ളിക്കാരിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ 10 പോയിന്റ് ചെയ്യാം. ഇംഗ്ലീഷ് ലാംഗ്വേജിന് 5 പോയിന്റ് ആഡ് ചെയ്യാം. പക്ഷേ സ്കിൽ അസസ്മെൻറ്റ് മാത്രമാണെങ്കിൽ 5 പോയിന്റ് ആഡ് ചെയ്യാൻ പറ്റില്ല. രണ്ടും കൂടെ ഉണ്ടെങ്കിൽ 10, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ 5, ഇങ്ങനെ ചെയ്യാൻ പറ്റും. അസീസ്, അതുപോലെ ഈ സ്പൗസിന്റെ ഫാക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അവർ 45 ഓവർ ആണെങ്കിൽ പ്രോബ്ലംസ് ഇല്ലല്ലോ, നമുക്ക് സ്റ്റിൽ ക്ലെയിം ചെയ്തൂടെ? Sumi, to be honest with you, to claim their points, a competent English claim ചെയ്യാൻ പാർട്ട്ണറിന്റെ പോയിന്റ്സ് ഏജ് ഒരിക്കലും പ്രശ്നമല്ല. അതായത് കോമ്പിറ്റന്റ് സ്കോർ ഓഫ് പാർട്ട്ണർ എന്ന് പറയുന്നതിന് പാർട്ട്ണറിന്റെ ഏജ് പ്രശ്നമല്ല. പക്ഷേ സ്കില്ലഡ് പാർട്ട്ണറിന്റെ 10 പോയിന്റ്സ് ആണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ പാർട്ട്ണർ ഷുഡ് ബി ബിലോ 45.
ഓക്കെ പാർട്ട്ണർ ഷുഡ് ബി ബിലോ 45 ആയിരിക്കണം. അതേപോലെ തന്നെ ഇവർ രണ്ടാളുടെ സ്കിൽസ് അസസ്മെന്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ടാൾക്കാരുടെയും സ്കിൽസ് അസസ്മെന്റ് വരുന്ന ആ ലിസ്റ്റിന്റെ പോയിന്റ്സിന് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താ പറയുന്നത്, ഇർഫാൻ ചോദിച്ചതുപോലെ തന്നെ ഇർഫാന്റെ മെയിൻ അപ്ലിക്കൻറ്റിന്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രജിസ്റ്റേർഡ് നേഴ്സാണ്, പക്ഷേ എന്താ പറയുക, ഇർഫാൻ ഫാർമസിസ്റ്റ് ആണെന്നാണെങ്കിൽ ഇർഫാന്റെ ഭാര്യയ്ക്ക് 190ലും 491 മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പോയിന്റ്സ് ക്ലെയിം ചെയ്യാൻ പറ്റൂ. അല്ലാതെ 189 ക്ലെയിം ചെയ്യാൻ പറ്റൂല. പാർട്ട്ണറിന്റെ സ്കില്ല് ഏത് ലിസ്റ്റിലാണുള്ളത് അത് ആ ലിസ്റ്റിൽ മാത്രമേ മെയിൻ അപ്ലിക്കൻറ്റിനും പോയിന്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ പാർട്ട്ണർ ഷുഡ് ബി ബിലോ 45 ആണ്. വാലിഡ് ഇംഗ്ലീഷും വേണ്ടി വരും. കോമ്പിറ്റന്റ് ഇംഗ്ലീഷിനാണെങ്കിൽ അവർ എത്ര ഏജ് ആയാലും പ്രശ്നമല്ല, 5 പോയിന്റ്സ് ക്ലെയിം ചെയ്യാം. ഓക്കെ I think we almost at the end of the session, and I don't see any other question there. And Matthews, we can also request them to have a direct call with Sumi based Yeah, on the okay. conversation we had. So it will help them to get a better clarity. Yeah, Yeah. let Philip explain that to them, and Yeah, we can. sure. Yeah. Sure. Thank you. And still, we just want to ensure that if you have further questions, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ, and this is in particular to Miss Geeta Shanmugam, who had questions, who was, if you felt that there were portions that you were not able to understand, our team is there to support you, because we were not having this in English. More of our audience was in Malayalam. So, ബാക്കിയുള്ളവർക്ക് വേണ്ടി പറയുന്നത്, നിങ്ങൾക്ക് ബാക്കി ഇൻ ടേംസ് ഓഫ് അതർ ക്വസ്റ്റ്യൻസ് ആൻഡ് റിലേറ്റഡ് ടു സുമിയുടെ കോൺടാക്ട് നമ്പർ ഇവിടെ ഗ്രൂപ്പിൽ തന്നെ ആയിട്ടിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ റീച്ച് us ഔട്ട്. ആൻഡ് ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ, ബിഫോർ, അതായത് ഇന്ന് 15-ാം തീയതി ആണ്. സോ ബിഫോർ 21 ഫ്രൈഡേ, അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് നിങ്ങൾ യു വാണ്ട് ടു ടേക്ക് ദിസ് ഫോർവേഡ്, ഒരു രജിസ്ട്രേഷനിലേക്ക് ഇത് കൊണ്ടുപോകണമെങ്കിൽ we will be giving you a special discount depending on the profile, because we have nurses here, we have physiotherapists, and we have a pharmacist also on this webinar. So based on your profile, a special discount will be given. You can contact Sumi and avail that discount within the next 1 week. Keta. And so that's it in general. Once again, thank you to Matthews. And yeah, one last question, Matthews. 491 total time period. Depends on the Teacher. occupation. Nurses പല ഹെൽത്ത് ഒക്കുപേഷൻസും നമുക്കൊരു മിനിസ്റ്റീരിയൽ ഡയറക്ഷൻ ഉണ്ട് 105. അത് പ്രകാരം അവർ ഫാസ്റ്റ് ട്രാക്ക് പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് നഴ്സസിന് ചിലപ്പം 6 മാസം മുതൽ 8 മാസത്തിനുള്ളിൽ ഗ്രാൻഡ് ആവുന്ന ഒരു സിസ്റ്റമാണ്. All right. Thank you, Matthews, and thank you, Aziz, both of you joining from Darwin and from a late night time zone. And thank you to all the attendees who attended this on a Saturday evening. Once again, thank you to all our staff and team members also.